ഈ വർഷത്തിന്റെ അവസാനം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ചിന്തിച്ചത് ഞാൻ വേഗത്തിൽ ഒന്ന് എടുത്തു പറയാം. 5-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തുവിനുള്ളവർ. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതികരിക്കാം കേട്ടോ. ഇത് നമ്മൾ പല ആവർത്തി കേട്ടത് കൊണ്ട് പ്രതികരിക്കാം. എൻ്റെ കൂടെ ആ വാക്യങ്ങൾ നിങ്ങൾക്കും പറയാം. ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ യാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. എന്നിട്ട് 25-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. പൗലോസ് എഴുതുന്നത് അവിശ്വാസികളോടല്ല, പൗലോസ് എഴുതുന്നത് പുതിയ വിശ്വാസികളോടാണ്. ആരാ അവരോട് സുവിശേഷം പറഞ്ഞത്? അപ്പോസ്തലനായ പൗലോസ്. കേട്ടതിന്റെ പ്രശ്നമല്ല. ആരാ അവരെ സ്നാനപ്പെടുത്തിയത്? അപ്പോസ്തലനായ പൗലോസ്. അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നോ? കേവല നമ്മുടെ ഉപരിവിപ്ലവ തലത്തിലുള്ള പ്രവൃത്തിയല്ല. 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് എന്ന് ആരാ സർട്ടിഫൈ ചെയ്യുന്നത്? അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുക, നിങ്ങളുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, ആത്മാവ് കൊണ്ടാണ് നിങ്ങൾ ആരംഭിച്ചത് എന്ന് അപ്പോസ്തലൻ തന്നെ ഭംഗിവാക്കായി പറയുകയല്ല. നമ്മുടെ കാലത്തിൽ ഒത്തിരി ഭംഗിവാക്ക് നമ്മളെ ആൾക്കാർ പറയും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, മനസ്സിലൊന്നിരിക്കുമ്പോൾ തന്നെ വെളിയിൽ ഭോഷ്ക് പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കും. എനിക്ക് തോന്നുന്നില്ല 3-ാമത്തെ അധ്യായം 3-ാം വാക്യം ഒരു ഭോഷ്കാണെന്നല്ല. പൗലോസ് പറയുന്നത് ആത്മാവ് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആരംഭിച്ചത്. എന്നിട്ട് 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമല്ലേ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ആത്മാവ് ചെയ്തു എന്നല്ലേ നമ്മൾ അവിടെ വായിക്കുന്നത്. 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ എടുക്കാതെ എന്നോടൊപ്പം പറയാൻ ആർക്കൊക്കെ അറിയാം. 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നമ്മൾ മക്കളാണ്. അതിന്റെ അടയാളമായി ആത്മാവിനാൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചവരാണ്. ചിന്തിച്ചു നോക്കിക്കേ, യഥാർത്ഥമായ വിശ്വാസികൾ മാനസാന്തരവും പാപമോചനവും നിത്യജീവനും കേട്ട് നമ്മളെ പോലെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം. ചിലപ്പോ എനിക്കറിയത്തില്ല 15 വർഷം മുമ്പാണോ 30 വർഷം മുമ്പാണോ സുവിശേഷം കേട്ട ദിവസം, സുവിശേഷം കേട്ട് പാപബോധമുണ്ടായി നിലവിളിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് എനിക്ക് രക്ഷിക്കപ്പെടണം, എന്റെ പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, ഇനി മുതൽ ദൈവത്തിന്റെ മകനായി മകളായി എനിക്ക് ജീവിക്കണം എന്നൊക്കെ എടുത്ത തീരുമാനം നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഇല്ലേ? അത് ഞാൻ പറയുമ്പോ എല്ലാവരുടെ മുമ്പിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ ദിവസങ്ങളിൽ പാപബോധം ഓർത്തുള്ള കരച്ചിൽ അപൂർവമാണ് നമ്മൾ ദൈവസഭകളിൽ കാണുന്നത്. ദൈവസഭകളിൽ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ കൂടി വരുമ്പോൾ മാത്രമല്ല, ഈവൻ ഇൻ പേഴ്സണൽ പ്രേയർ, how many of us have really wept over our sins? How many of us have locked ourselves in the room, kneeling down, God, I am not like you, I am unholy, you are holy, I am doing things that are not pleasing to you, I want to be with you one day, please cleanse me എന്ന് പറയുന്ന എനിക്ക് അതിശയം ആരെങ്കിലും വിരളിലുണ്ടാവുന്നവരെ കാണത്തുള്ളൂ. ഇത് വേറൊരു രീതിയിലായി പോയി നമ്മുടെ കൂടിവരവുകൾ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഡിനോമിനേഷൻ. നമ്മൾ പല ഡിനോമിനേഷനെ കുറ്റം പറയത്തില്ലേ, ഓ അവിടെ മുഴുകൽ സ്നാനമില്ല, അവിടെ മധ്യസ്ഥന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ വിഗ്രഹങ്ങളുണ്ട്. യു ലുക്ക് അറ്റ് അവർ കോൺഗ്രിഗേഷൻസ്, വിഗ്രഹങ്ങൾ കാണത്തില്ല ചിലപ്പോ, മറ്റ് പല കാര്യങ്ങളും ഡോക്ട്രിനലി കറക്റ്റ് ആണെന്ന് വെളി നിൽക്കുമ്പോ തോന്നും. പക്ഷെ അകത്തോട്ട് കയറി വരുമ്പോ അറിയാം ഇത് മറ്റേതിനെ പോലൊരു സംഭവമാണിത്. ഇവിടെയും ഫിസിക്കൽ ബയോളജിക്കൽ ബർത്ത് ആണ് പലരും വിശ്വാസികളാക്കിയിരിക്കുന്നത്, പേഴ്സണൽ എൻകൗണ്ടർ അല്ല. യഹൂദ മതത്തിൽ യഹൂദ മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിക്കുന്നു, അവരെ 8-ാം ദിവസം പരിച്ഛേദന ഏൽപ്പിക്കുന്നു, ന്യായപ്രമാണം പഠിപ്പിക്കുന്നു. ഇതുപോലെ പെന്തിക്കോസ്തുകാരുടെ മക്കളായ ഒരു അടുത്ത തലമുറ ജനിക്കുമ്പോൾ നമ്മൾ അവർ കൊച്ചിലെ മുതലേ സ്നാനപ്പെടുന്നത് എന്താന്ന് ചോദിച്ച ഒരു പരുവത്തിലാക്കി
15 വയസ്സൊക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും മുക്കി പൊക്കി ഫസ്റ്റ് ആദ്യം. അതുകൊണ്ട് ഈ ബൈബിളിലൊക്കെ 3 ഡേറ്റുകൾ സാധാരണ കാണാം. ബോൺ അഗെയിൻ ഡേറ്റ്, ടിക്ക്. രണ്ടാമത്തെ വാട്ടർ ബാപ്റ്റിസം ഡേറ്റ്, ടിക്ക്. ഇനിയുള്ള എന്താ? നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന അറിയത്തില്ലെന്ന് തോന്നുന്നു. 3 ഡേറ്റിനെ കുറിച്ച് അറിയത്തില്ലേ? ബോൺ അഗെയിൻ ഡേറ്റ്, വാട്ടർ ബാപ്റ്റിസം ഡേറ്റ്, മൂന്നാമത് ഹോളി സ്പിരിറ്റ് ഡേറ്റ്. ഈ 3 ഡേറ്റിന്റെ ഒരു കളിയാണ് ക്രിസ്ത്യ ജീവിതം. ആ 3 ഈവന്റ്സ് ആണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് മുംബൈയിലെ ചെറുപ്പക്കാരനെ കുറിച്ച്. ഇവിടെ കുറച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടാനും റെഡിയായി ഇരിക്കുകയാണ്. നാളെ നമുക്ക് അങ്ങനെ ഒരു സെഷനും ഉണ്ട് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നാളത്തെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇപ്പം പറയാം ഈ മുംബൈയിലെ ചെറുപ്പക്കാരനെ കുറിച്ച്. ഈ മുംബൈയിലെ ചെറുപ്പക്കാരൻ 15 വയസ്സായി 16 വയസ്സായി ബൈക്ക് ഇങ്ങനെ എല്ലാവർക്കും കൂട്ടുകാർക്കെല്ലാം ബൈക്കുണ്ട്. മമ്മിയോട് ചെന്ന് സ്ഥിരം പറയും എനിക്കും ഐ ഓൾസോ വാണ്ട് എ 2-wheeler, ഐ ഓൾസോ വാണ്ട് എ ബൈക്ക്. അപ്പൊ മമ്മി പറഞ്ഞു യു ആസ്ക് യുവർ ഡാഡ്, ഹി ഹാസ് മണി, ഐ എം നോട്ട് വർക്കിംഗ്, ഐ ഡോണ്ട് ഹാവ് മണി, യു ആസ്ക് യുവർ ഡാഡ്. പപ്പായോട് ചോദിച്ചു. ഫസ്റ്റ് റെസ്പോൺസ്, നീ ആദ്യം ഒന്ന് സ്നാനപ്പെട്, എന്നിട്ട് നമുക്ക് ബൈക്കൊക്കെ വാങ്ങിക്കാം. നമ്മുടെ പുന്നാര മോൻ അടുത്ത ഞായറാഴ്ച പാസ്റ്ററെ കാണുന്നു. അതുവരെ കണ്ട പോലല്ല. പാസ്റ്ററെ കാണുമ്പോൾ ഒരു ഭവ്യത. പാസ്റ്റങ്ങളെ എനിക്ക് സ്നാനപ്പെടണം. പാസ്റ്റർമാരായ ഞങ്ങൾ എന്തോ ചിന്തിക്കുന്നത്? ഞങ്ങൾ ചിന്തിക്കുന്ന വലിയ ഉണർവുണ്ടായിരിക്കുക. നമ്മളങ്ങ് ആവേശഭരിതരാകും. നമ്മൾ ചിലപ്പോൾ വിളിച്ചു പറയും കർത്താവ് അതിശക്തമായി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും തിരിച്ചറിഞ്ഞു, അവരൊക്കെ സ്നാനപ്പെടാൻ റെഡിയായെന്ന് നമ്മൾ ചിലപ്പോൾ പറയും. ഇതുപോലെ ആ പാസ്റ്റർ ഞായറാഴ്ച ഇളക്കി മറിച്ചു. പാസ്റ്റർ പറഞ്ഞു എന്റെ വലിയ ആഗ്രഹമായിരുന്നു എന്റെ ടേം കഴിയുന്നതിന് മുമ്പ് 2 സ്നാനം കാണണമെന്ന്. നമ്മുടെ മോൻ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മോൻ വരെ സ്നാനപ്പെടാൻ റെഡിയായി. എല്ലാരും കൈയടിച്ച് പാസ്സായി. ഈ സ്നാനപ്പെട്ട് കയറി വെള്ളത്തിൽ നിന്ന് കേറിയപ്പോ അവിടെ ഇന്ന് ഈ വെള്ളമൊക്കെ ഇങ്ങനെ കുടഞ്ഞ് മാറ്റിയിട്ട് മമ്മിയെ നോക്കി, മതിയോ? ഇതാണ് നല്ല ശതമാനം ആൾക്കാരുടെയും സ്നാനം. ഞാൻ അതിശയോക്തി പറയുകയല്ല. ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്. പേരൻസിന്റെ നിർബന്ധം അവര് മുങ്ങും. അത് കഴിഞ്ഞിട്ട് കുറെ പറഞ്ഞു ഇനി കന്യഭാഷ കിട്ടിയില്ല. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ആർ യു ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് എന്നല്ല ചോദിക്കുന്നത്. ആർ യു ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്ന് ചോദിക്കും. അർത്ഥമാക്കുന്ന ഏതാ? ഡു യു ഹാവ് സ്പീക്കിംഗ് ഇൻ ടങ്സ്. ഈ 2 വാക്ക് എങ്ങനെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് 3-ാം ടിക്കുമായി. പിന്നെ വി ലിവ് ജസ്റ്റ് ലൈക്ക് എനിബഡി എൽസ്. ഈ ഗലാത്യ സഭയിൽ ഈ പറഞ്ഞ 3 ഡേറ്റുകൾ ഉണ്ടോ ഇല്ലയോ? ബോൺ അഗെയിൻ ഡേറ്റ് ഫിൽ, ടിക്കിട്ടു, 1-ാം ടിക്കിട്ടു. അതും ആരുടെ പ്രസംഗം കേട്ടപ്പോഴാ ബോൺ അഗെയിൻ? പൗലോസ്. എന്താ കേട്ടത്? അപ്പോസ്തലപ്രവൃത്തി 13-14 അധ്യായങ്ങളിൽ നിന്ന് ഓൾറെഡി നമ്മൾ വായിച്ചു കഴിഞ്ഞു. മാനസാന്തരവും ദൈവരാജ്യവുമാണ് കേട്ടത്. ജെനുവിൻലി അവർ പറഞ്ഞു വി വാണ്ട് ടു ബി ബോൺ അഗെയിൻ. ഫസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. ബാപ്റ്റിസം ഒന്ന് ചിന്തിച്ചേ മനസ്സിൽ. വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന വ്യക്തി അപ്പോസ്തലനായ പൗലോസ് ആണെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തോട്ട് നടന്നു വരുമ്പോ എന്തോ ആയിരിക്കും ചോദിക്കുന്നത്? നീ ലോകത്തെ വെറുക്കുന്നോ? നീ ദൈവത്തെ സ്നേഹിക്കുന്നോ? ഉവ്വ്. എന്നാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു എന്ന് പൗലോസ് പറയുന്നത് ചിന്തിച്ചു നോക്കിക്കേ. അവരാണ് ഈ കൂട്ടർ. എന്നിട്ട് ആത്മാവിനെ പാനം ചെയ്ത് വീര്യപ്രവൃത്തികൾ അവരുടെ ഇടയിൽ നടന്നു. പക്ഷേ 6-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. വിശ്വാസി സമൂഹമായ നമ്മൾ ഏവരും, my younger brothers and sisters, you also should know Christian life is not about 3 dates. I am born again, I am baptized, I speak in tongues, it's over. No. It's not a done deal. Hallelujah. They are saved, isn't it? They are believers. They are born again. They are baptized. They speak in tongues. But Paul says what is awaiting you is not eternal life. What is awaiting you, if you sow in the flesh, is destruction. You are gone. You are cut off. ഇങ്ങനെയാണ് ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞത്, ഡേറ്റ്സ് ആർ ഗുഡ് ഫോർ ടൂംബ്, നോട്ട് ഓൺ ദ ബൈബിൾ.
ഒരു ട്യൂമ്പിൽ സ്റ്റോണിൽ എഴുതി വെക്കാൻ നല്ലതാ, ബോൺ ഓൺ സച്ച് ആൻഡ് സച്ച് ഡേ, died on such and such, rest in peace. Dates doesn't work in Christian life. Christian life is one that I have to carefully and prayerfully make choices every day that is sowing to the spirit or sowing to the flesh every day. ഈ ഗലാത്യ സഭയിലെ ആൾക്കാര് ഡെലിബറേറ്റ്ലി വിൽഫുള്ളി അവര് കർത്താവിങ്കിൽ നിന്നും മാറി ജഡത്തെ പോഷിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞാൽ, ഈ വർഷത്തിന്റെ അവസാനം എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരന്മാരെ, ഇത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വലിയൊരു വഞ്ചന നമുക്ക് വരാനില്ല. അന്ന് അപ്പോസ്തലന്മാരുടെ കാലത്ത് ആദ്യത്തെ സഭയിൽ, ഗലാത്യ സഭ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് മിഷണറി ജേണിയിൽ സ്ഥാപിച്ച 7 സഭകളുടെ കൂടിവരവാണ് ഗലാത്യ സഭ. അവർക്ക് ഈ സംഭവം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷെ പൗലോസ് പറയാ, നാശമാണ് മുമ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ ഓഫ് us, ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു ഈച്ച് വൺ. നമ്മൾ പറഞ്ഞു ഇത് എനിക്ക് ചിലപ്പോൾ സംഭവിക്കാൻ ഒക്കും എന്ന് നമ്മളോട് തന്നെ പറയണം. അപ്പൊ ഇവിടെ എനിക്ക് ഈ ആദ്യത്തെ നിമിഷങ്ങളിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാറുണ്ട്. ആ 1-ാമത്തെ അധ്യായം 1-ാം വാക്യമാണ്. നോക്കണേ, ഒരു ലെറ്റർ തുടങ്ങുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു ലെറ്ററും പുതിയ നിയമത്തിൽ കാണത്തില്ല. പൗലോസിന്റെ 13 ലേഖനങ്ങളുണ്ട്, മൊത്തം കൂടെ 27 പുസ്തകങ്ങളുണ്ട്. അത് ലേഖനങ്ങളിൽ യു വിൽ നോട്ട് ഫൈൻഡ് വൺ ലെറ്റർ സ്റ്റാർട്ടിങ് ദിസ് വേ. Usually you see letters starting, me, Paul, along with Silvanus, we are writing to church at Thessalonica. I, Apostle Paul, along with Silas, we are writing to Colossae. ആരുടെ കൂടെ എല്ലാം എഴുതി വെച്ച് എന്നിട്ട് ഫസ്റ്റ് പറയുന്നത് എന്തുവാ? Grace and peace to you. We have heard about your faith. We are praying for you. ഇങ്ങനെ സാധാരണ തുടങ്ങുന്നത്. ഈ എഴുത്ത് തുടങ്ങുന്നത് എങ്ങനെയാ പറയുന്നത്? അപ്പോസ്തലനായ പൗലോസായ ഞാൻ ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. 1-ാം അധ്യായം 1-ാം വാക്യം കാണുന്നവർ എന്നോടൊപ്പം ഒന്ന് ചേർന്ന് വായിക്കണം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. എന്നിട്ട് ശ്ലാഘനീയമായ ഒന്നുമില്ല. അടുത്ത വാക്ക് പറയുന്നത്, പിതാവായ ദൈവത്തിങ്കൽ നമ്മളെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് പാപനിമിത്തം, ഹൈ തിയോളജിയാണ് സെക്കൻഡ് ലൈനിൽ. ദുഷ്ടലോകത്തിൽ നമ്മളെ വിടുവിച്ച പാപമോചന തരുന്ന യേശുവിന്റെ കഥ നമ്മൾ പറയുക. പൗലോസേ, താങ്കൾ അവിടെ ചെന്നപ്പോ, സഭ സ്ഥാപിക്കാൻ ഈ ഗലാത്യ സഭകളുടെ അവിടെ ചെന്നപ്പോ ഇവര് നിങ്ങളെ സൽക്കരിച്ചു. എങ്ങനെയാ സൽക്കരിച്ചത്? എങ്ങനെയാ സൽക്കരിച്ചതെന്ന് ചോദിച്ചാൽ 4-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം, 15 നോക്കിയോ. നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണു ചൂടുന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു. ഭയങ്കര ഒരു അഭേദ്യ ബന്ധമാണ് ഈ കോൺഗ്രിഗേഷനും പൗലോസും തമ്മിലുള്ളത്. ഭയങ്കരമായ, എന്നെ ഒരു ദൈവദൂതനെ പോലെ നോക്കിക്കോണം. 15 നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? 16-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ഇരിക്കെ നിങ്ങൾ സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? എന്തോ ഒരു ലവ് റിലേഷൻഷിപ്പ് ആണ് പൗലോസും, ഒരു ലവ് ബോണ്ടാണ് ഈ ചർച്ചുമായിട്ടുള്ളത്. 12-ാമത്തെ വാക്യം മുതൽ നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാകും. ഒന്നാമത് നിങ്ങളുടെ അടുക്കൽ സുവിശേഷം അറിയിക്കാൻ സംഗതി വന്നു, എന്റെ ശരീര സംബന്ധമായി നിന്നെ. 14-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം, നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ എങ്ങനെ പൗലോസിനെ സ്വീകരിച്ച്? ദൈവദൂതനെ പോലെ, ക്രിസ്തുവേശുവിനെ പോലെ. അതിനെക്കാട്ടി റിച്ച് ഒരു വെൽക്കം ഒരാൾക്കും കിട്ടത്തില്ല. പൗലോസ് ആ ദേശത്തോട്ട് ചെന്നപ്പോ അവരെങ്ങനെയാ സ്വീകരിച്ചത്? As though Jesus is visiting their house. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ വീട്ടിലോട്ട് എന്റെ വീട്ടിലോട്ട് ഒരാൾ വരികയാണ്, ഒരു പാസ്റ്റർ ആണെന്ന് പറഞ്ഞു, ഒരു ഇവാഞ്ചലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാൻ, ഐ തിങ്ക് ജീസസ് ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്നൊരു രീതി ട്രീറ്റ് ചെയ്താൽ അതിനെക്കാട്ടി ഒരു വെൽക്കം എനിക്ക് കൊടുക്കാനില്ല, അല്ലേ? പൗലോസ് പറയുക,
ഞാൻ നിങ്ങളുടെ അടുക്ക വന്നപ്പോ. ഓർത്തോണം, അന്ന് പൗലോസ് സീനിയർ ആണോ ജൂനിയർ ആണോ? പൗലോസിന് ഒത്തിരി ക്രിഡൻഷ്യൽസ് ഉണ്ടോ? ഏത് ലെവലിലാണ് പൗലോസ് മിനിസ്ട്രി? സീനിയർ, ജൂനിയർ, എന്തോ പറയുന്നു? പ്രതികരിക്കാം. എന്തോ സീനിയർ, ജൂനിയർ, ബിഗിനിങ്? ഇന്നത്തെ ഭാഷ പറഞ്ഞ ഫ്രഷ് ബൈബിൾ കോളേജ് ഗ്രാജുവേറ്റ്. ആദ്യത്തെ മിനിസ്ട്രി ഇടത്തോട്ടായി പോയേക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 13:14 he is starting his ministry. He has never been anywhere else. നമ്മുടെ ഇടയ്ക്ക് ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ഞാൻ സൂപ്രണ്ടാ എന്ന് പറഞ്ഞ ദൂതനെ പോലെ വന്നാട്ടെ. പക്ഷെ ഒരു ഫ്രഷ് ബൈബിൾ കോളേജ് ഗ്രാജുവേറ്റ് വരിക, ഞാൻ ഇന്നടത്ത് 3 വർഷം പഠിച്ചിട്ട് വരിക, ഞാൻ സുവിശേഷമല്ല. അയ്യോ, നമ്മൾ അപ്പോഴേ നമ്മുടെ ആ ഒരു വിശ്വസ്തനായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. നമ്മള് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇത് ഇറക്കും. നമ്മൾ ഇറക്കുന്നത് seen many like you, I have seen many like you. നമ്മുടെ ആ ഒരു വെളിയിലോട്ട് വരും. പൗലോസ് ആദ്യം മിഷണറി ജേണി പോവാ. ലുസ്ത്രയിലേക്ക് പോവാ, ദർബയിലേക്ക് പോവാ, പിസിദിയയിലെ അന്ത്യോക്യയിലേക്ക് പോവാ, പെർഗയിലേക്ക് പോയാ, പാഫോസിലേക്ക് പോവുക. അവിടെ ഉള്ളവര് പൗലോസിനോട് ചോദിക്കുന്നത്, എവിടാ പാസ്റ്റർ നേരത്തെ ശുശ്രൂഷ ചെയ്ത്? ഇതെന്റെ ആദ്യത്തെ ശുശ്രൂഷയാണ്. അപ്പൊ അവരെന്തോ പറയുന്ന, ആദ്യത്തെ ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്ററോട്, പ്ലീസ് കം പാസ്റ്റർ, യു ആർ ലൈക്ക് ജീസസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അവരിൽ അപ്പൊ എന്തോ ദൈവകൃപയാ വ്യാപരിച്ചേ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാനോ നിങ്ങളോ ആണെങ്കിൽ അങ്ങനെ ഒരു വെൽക്കം കൊടുക്കുവോ? ഇപ്പൊ ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുക, 3 years ഉണ്ടല്ലോ. 3 ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനോട് ഇടപെടുന്ന പോലാണോ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനോട് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ഇടപെടുന്നത്? ഒരിക്കലും അല്ല. ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസ് വന്ന ഒരാഴ്ച കഴിയുമ്പോഴേ നമ്മൾ ഒബ്സർവ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ അടുക്ക കൂടുതൽ സംസാരിക്കാൻ വരുന്നവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. ഇവൻ എന്താണെന്ന് മനസ്സിലാകട്ടെ ആദ്യം. ഇത് നാളെ മാർക്കിന്റെ വിഷയമാകുമോ? ഇത് നാളെ എന്തെങ്കിലും വേറെ പ്രശ്നമാകുമോ? ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനാണോ? വാട്ട് ഈസ് ബിഹൈൻഡ് ഹിസ് ഡ്രൈവ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോഴത്തേന് ആളെ മനസ്സിലായി. ഒരു 3 വർഷം കണ്ടു. നിങ്ങൾക്ക് ചിന്തിക്കാമോ, ഈ വാക്യം വായിച്ച് പൗലോസ് പറയുക, ഞാൻ നിങ്ങളുടെ അടുക്ക വന്നപ്പോ നിങ്ങൾ എന്നെ ദൈവദൂതനെ പോലെ, യേശു കർത്താവിനെ പോലെ നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ആ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ആതിഥേയത്വം ഉണ്ട്, റിച്ച് ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. കാരണം അവിടെ ചെന്നപ്പോ പൗലോസ് കൈകൊണ്ട് അധ്വാനിച്ചില്ല. കൈകൊണ്ട് അധ്വാനിച്ചെങ്കിൽ ആ പൈസ എടുത്ത് അങ്ങോട്ട് മാറി മന്തി കഴിക്കാം. പക്ഷെ കൈകൊണ്ട് അധ്വാനിക്കാതിരുന്നപ്പോ പൈസ ഉണ്ടോ? ആര് വല്ലതും ഉണ്ടാക്കി കൊടുക്കണം? ഈ ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയോ, ഓരോ വീട്ടിലും ചെന്ന് ഉച്ചയ്ക്ക് ഇന്ന വീട്ടിലാണ്, വൈകിട്ട് ഇവിടെ, എല്ലാ വീട്ടിലും എങ്ങനെയാ അവർ ട്രീറ്റ് ചെയ്യുന്നത്? ഏഞ്ചൽ ഹാസ് കം, ജീസസ് ഹാസ് കം. അപ്പൊ എന്തൊരു ഒബ്ലിഗേഷൻ ഇവരുമായിട്ട് വരത്തില്ലയോ? APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ പുസ്തകം കേട്ടിട്ടുണ്ടോ? ഒരാളെ കേട്ടിട്ടുള്ളൂ. ഇത് ഒരു വലിയ പ്രശ്നമാണ്. ഓക്കെ, 2-3 of you. ഇങ്ങനെയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അനുഭവങ്ങളിൽ പറയുന്ന ഒരു കാര്യം. ഒരിക്കൽ മാത്രമാണ് പിതാവ് തന്നെ നല്ലതായി അടിച്ചതെന്നാണ് ഈ റീകളക്ട്സ്. That day I can never forget. My father was beating me left and right. എന്താ കാരണം എന്നറിയാം? It was his birthday. ബർത്ത്ഡേ കഴിഞ്ഞ് പപ്പ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ APJ അബ്ദുൽ കലാം ഈസ് വെരി എക്സൈറ്റഡ്. എന്താ കാരണം ചോദിച്ചപ്പം, അപ്പുറത്തെ അങ്കിൾ കൊണ്ടുവന്ന് ഈ ഗിഫ്റ്റ് തന്നു, ഇന്ന ആന്റി കൊണ്ടുവന്ന് ഈ ഗിഫ്റ്റ് തന്നു. കൊടുത്തു ഇടം ബലം. ജീവിതത്തിൽ ആരുടെയിൽ നിന്നും ഗിഫ്റ്റ് വാങ്ങിച്ചേക്കല്ലേ. അതിനടിച്ച് അബ്ദുൽ കലാം പറഞ്ഞ that principle, if you accept gift, then what happens? You are obliged. ഈ കൊണ്ടുവന്ന ആളിന്റെ വീട്ടിൽ പിന്നെ അടുത്ത ഗിഫ്റ്റ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ പോകണം. ഗിഫ്റ്റിന്റെ ഇത് കൂടുന്നതനുസരിച്ച് ഈ കൈയുടെ പിടി മുറുകുന്നതിനനുസരിച്ച് പിന്നെ ഊരിപ്പോകാനൊക്കത്തില്ല. പിന്നെ നമ്മൾ പിടിച്ചോട് നടന്നാലേ ഒക്കത്തുള്ളൂ. അപ്പൊ ഈ പൗലോസിനെ അവര് സ്വീകരിച്ചത് എങ്ങനെ? ദൈവദൂതനെ പോലെ, യേശു കർത്താവിനെ പോലെ. സീനിയറിനെയാണോ സ്വീകരിച്ചത്? ജൂനിയറിനെ, ഫ്രഷ് ഗ്രാജുവേറ്റ് സ്റ്റാർട്ടിങ് ഹിസ് ലൈഫ്. അവിടെ എത്ര നാൾ ശുശ്രൂഷിച്ചു? 2.5-3 വർഷം, 7 ചർച്ചസ്.
അത് കഴിഞ്ഞ് എത്ര മാസമായി? ഇപ്പൊ 6-7 മാസമേ ആയുള്ളൂ ഈ ലേഖനം എഴുതുക. എന്തുവാ എഴുതുന്നത്? ഫസ്റ്റ് ലൈൻ എങ്ങനെയായിരുന്നു തുടങ്ങേണ്ടത്? ഊഷ്മളമായ ഒരു വരവേൽപ്പ് അല്ലേ? Greetings to everyone in Galatia. I am doing very well. I am thinking of you all day and night. ഒന്നുമില്ല. ആദ്യത്തെ വരി എന്തുവാ? മനുഷ്യരാലല്ല, മനുഷ്യരാലുമല്ല, യേശു കർത്താവ് എന്നെ അപ്പോസ്തലനാക്കിയത്. എന്നിട്ട് എഴുതുന്നത് എന്തോ അടുത്ത വാക്യങ്ങളിൽ, ജഡത്തിൽ നിങ്ങൾ വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ നിങ്ങൾ വിതച്ചാൽ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. ജഡത്തെ അനുസരിച്ച് നടക്കരുത്. ക്രിസ്തുവിനുള്ളവർ ജഡത്തെ രാഗമോഹങ്ങളോടെ ക്രൂശിക്കണം. ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഇത് ഞാൻ പറയുന്നത് എന്താണെന്നറിയാം? ഇന്ന് സന്ധ്യയിൽ കർത്താവിനോട് ഇടപെട്ട് ഈ വാക്യങ്ങൾ നിങ്ങളോട് പറയാം. എന്താണെന്നറിയാമോ? കർത്താവ് എന്റെ മനസ്സിൽ ഹേമം തരുന്നത് പലപ്പോഴും, ഇന്നലെ നമ്മൾ കേട്ടല്ലോ കുമ്മായം. ഈ കുമ്മായം മിനിസ്ട്രി ഉൾപ്പെട്ട് നിൽക്കുന്ന മാത്രമല്ല, അന്യോന്യവും when you are obliged to another person, hardly you will hear truth from him. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകുന്ന ഭാഷ പറയാം. നമ്മളിപ്പോ വണ്ടി ലിഫ്റ്റ് കൊടുത്തു, അല്ലെങ്കിൽ വീട് മാറുന്ന സമയത്ത് ഒരാളുടെ സോഫ ഒഴിക്കുക പുള്ളി, പക്ഷെ നമുക്കത് ഫ്രീ ആയിട്ട് തന്നു കൊണ്ടുപോയിക്കാണ്. നമുക്കത് വലിയ കാര്യമായി ഫാബ്രിക്കേഷൻ. ഈ ആളോട് പിന്നെ നാളെ എന്തെങ്കിലും പറയാനൊക്കെ ആ ഓരോ പ്രാവശ്യവും സോഫ കാണുമ്പോ ഈ സോഫ എവിടെയോ ഇനി കളയാനൊക്കോ? കാരണം ആള് വന്ന് ചോദിക്കത്തില്ലേ, ഇരിക്കുമ്പം നല്ല കുഷനുണ്ടോന്ന് ചോദിക്കത്തില്ലേ? അല്ലെ നമ്മുടെ വീട്ടിൽ വരുമ്പോ നോക്കത്തില്ലേ, ഞാൻ അവന് കൊടുത്ത സോഫ എന്ത് ചെയ്യും? ഇതൊരു വല്ലാത്ത ഗിഫ്റ്റായി മാറിയില്ലേ? ഇത് ഒരു സെക്കൻഡ് ഹാൻഡ് സാധനമായിരുന്നു. വണ്ടി ഇങ്ങനെ ഉണ്ടാകാം. ഓടിച്ചോടിച്ചൊരു പരുവമായ വന്തി. മോനെ, ഞാൻ നിന്നെ നോക്കുമ്പോ ഐ വാണ്ട് ടു ബ്ലെസ് യു. ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഐ വാണ്ട് ടു ബ്ലെസ് യു. ഇന്നാ താക്കോൽ. ഈ താക്കോലും കൊണ്ട് ഈ മനുഷ്യൻ വാങ്ങിച്ചാളെ കറക്കമാ. പിന്നെ 6 മാസം കഴിയുമ്പോ ഇത് കളയാനൊക്കുവോ, വിൽക്കാനൊക്കുവോ, തിരിച്ചാൻ കൊടുക്കാനൊക്കുവോ? വാങ്ങിച്ചും പോയി കൊടുത്താക്കിയതൊന്നും ഒഴിച്ചാ മതിയായിരുന്നു. വില തുച്ഛമായ വില വെളി കിട്ടത്തുള്ളൂ. പക്ഷെ ഈ ഒരു പിടി വന്നില്ലേ അവിടെ? ഓരോ പ്രാവശ്യം ഫോൺ വരുമ്പോ വണ്ടി തന്നതല്ലേ, എന്ത് വാങ്ങി. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്നറിയാം? എന്തോ വലിയ അടുപ്പമാണേലും നമ്മളെല്ലാം തമ്മിൽ ആത്മീക അടുപ്പത്തിന്റെ മേളിൽ ഒന്നുമില്ല. ഇതാ ദൈവം എന്റെ മനസ്സിൽ ലയിപ്പിച്ച് നിങ്ങളോട് പറയാം. പൗലോസ് എന്താ ശബ്ദം മാറ്റിയത്? പൗലോസ് എന്താ കാണാത്ത പോലെ പെരുമാറിയത്? നല്ല പെരുമാറിയ ആൾക്കാര്. അപ്പൊ ഈ ഫസ്റ്റ് ലൈൻ കേൾക്കുമ്പോ അവിടെ ഉള്ള ആന്റിമാര് പറയത്തില്ലേ, എത്ര വെച്ച് വിളമ്പി കൊടുത്ത ഈ മനുഷ്യന്? പറയുന്ന കണ്ടില്ലേ ഫസ്റ്റ് ലൈൻ? കാബേജ് കൊച്ചതായിട്ട് അരിഞ്ഞു, തേങ്ങാക്കൊത്ത് വാസൊക്കെ ഇട്ടോ എന്ന് പറഞ്ഞാൽ തേങ്ങാക്കൊത്ത് ഇട്ടു. അവസാനം പറയുന്നത് കേട്ടില്ലേ, നിങ്ങൾ നാശിക്കും, നിങ്ങൾ ഇത് എന്തുവാ ഇത്? കാര്യം എന്താന്ന് ചോദിച്ചാ, സഭയെന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ കൂടിവരവല്ല. ഇന്ന് പലയിടങ്ങളിലും കണ്ടുവരുന്നത് എന്താണെന്നറിയാം? കൈപ്പട്ടൂക്കാരുടെ സഭ, കൊടുമൺകാരുടെ സഭ, കൊച്ചിക്കാരുടെ സഭ. ഇത് പറയുമ്പോ ഒരു ചർച്ച് അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോ ഒരു കൂട്ടം ഇങ്ങനെ കാണാം ഒരു സൈഡിൽ. അതെന്തോന്ന് ചോദിച്ചാൽ കൊടുമണ്ണുകാരെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുക. ഇപ്പുറത്തെ സൈഡിൽ കാണാൻ കൈപ്പട്ടൂക്കാരെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുക. ഞാൻ ഈ പേരെനിക്കറിയത്തില്ല, ഈ സ്ഥലപ്പേര് പറയുമ്പോഴേ, ഇരുവശത്ത് കൈപ്പട്ടൂർ, ഇരുവശത്ത് അങ്ങോട്ട് ചെങ്ങന്നൂര്. ഞാൻ എന്റെ സഭയുടെ സ്ഥലം കൂടെ പറയും, ഇങ്ങോട്ട് റാന്നിക്കാർ, അയിലുക്കാർ. ഒരു അതിന്റെ രീതി അങ്ങനെ രീതി. അപ്പൊ ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം, ഇത് ആത്മീക ബന്ധമല്ല. പിന്നെ ഇത് എന്തോ ബന്ധമാ? നമ്മളൊരു സ്ഥലത്തു നിന്ന് വരുന്നു, പ്രവാസികളായിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കുന്നു, പിന്നെ അന്യോന്യം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ബന്ധമാണ്. ഇവിടെ എന്തോ ഉണ്ടാകത്തില്ല,
ആത്മീക വളർച്ച ഉണ്ടാകും. ഒരിക്കലും ഉണ്ടാകത്തില്ല. ആത്മീക വളർച്ച ഉണ്ടാകണമെങ്കിൽ ഭൗതിക ബന്ധത്തെക്കാട്ടിൽ മുകളിലാണ് ആത്മീക ബന്ധമെന്ന് എല്ലാരും മനസ്സിലാക്കണം. കഴിച്ചത് കാണും, വാങ്ങിച്ചത് കാണും, കൊടുത്തത് കാണും, പക്ഷേ ആത്മീകമായിട്ട് ഈ ആടകൂടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മളെ സഹായിക്കുന്നില്ല എങ്കിൽ മുഖത്ത് നോക്കി പറയാൻ ഒക്കണം, ബ്രദർ, I am feeling very discomfortable when I am talking to you. Can we end these kind of conversation? ഒരു മനുഷ്യൻ എപ്പോഴും ഭൗതിക കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവഭക്തിക്കും ചേരാത്ത കാര്യം നമ്മളോട് കൂടെ ഇരുന്ന് പറയുകയാണെങ്കിൽ, ഇവിടുത്തെ ഉദാഹരണം വരുന്നുണ്ട്, ഇന്ന് രാത്രി നല്ലതായിട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ളത് ഗെയിംസിനെ കുറിച്ചാണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങി, കണ്ടായിരുന്നോടെ ഇന്ന ഗെയിംസ്, ഇന്ന ആപ്പ്, ഞാൻ വേണേ അയച്ചു തരാം. ഇതൊരു കൂട്ടായ്മയാണെന്നറിയാമോ? ആ സമയത്ത് ആള് ഡൗൺലോഡ് ചെയ്ത് വെച്ച ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആപ്പ് ഈ ആപ്പിനെ എല്ലാവർക്കും ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ആള് വെയിറ്റ് ചെയ്യാ. എടാ കണ്ടോടാ, ഇന്നത് ഇറങ്ങിയായിരുന്നോ? ഇന്നലെ ഞാൻ കിടന്ന് 3 മണിക്കായി. ഞാൻ അടുത്ത 4 പേരും കൂടെ ഇതിനകത്ത് ഒരു കളിയുണ്ട്. ഇപ്പൊ ഈ രാജ്യത്തിലെ കളി ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ബാൻഡാന്നോ ഇവിടെ കോളേജിൽ, ബൈബിൾ കോളേജിൽ ഒരു പ്രാവശ്യം രാത്രി ഞാൻ വരിക, ഈ സ്റ്റുഡൻസിന്റെ ചുമതല എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കോറിഡോറിലൂടെ നടന്നപ്പോ കം ഫ്രം ദ ലെഫ്റ്റ് സൈഡ്, കം ഫ്രം ദ ലെഫ്റ്റ് സൈഡ് വൃത്തം പറയുന്നു. 2 മണിയാ, രാത്രി 2 മണിയാ. കം ഫ്രം ദ ലെഫ്റ്റ് സൈഡ്. ഞാൻ ഓർത്ത്, ഇത് എവിടുന്ന ഈ ശബ്ദം കേൾക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ്? ബൈബിൾ കോളേജിന്റെ കോറിഡോറിൽ എന്തോ കം ഫ്രം ദ ലെഫ്റ്റ് സൈഡ്, 2 o'clock. ഞാൻ ഓരോ മുറി ചെന്ന് എല്ലായിടത്തും പുതപ്പിനകത്ത് എല്ലാം ഇരിക്കുക, ഓരോരുത്തരും പബ്ജി എന്ന് പറയുക. വി ആർ പ്ലേയിങ്. ചർച്ച എന്ന് പറയുമ്പോൾ ചിലർക്ക് എന്തുവാ, ക്ലബ്, സോഷ്യൽ ക്ലബ്. ഗെയിംസിനെ കുറിച്ച് പറയണം. പിന്നെ കഴിഞ്ഞ വേറെ കാര്യമുണ്ട്, നാട്ടിൽ പോയപ്പോ പോയ റെസ്റ്റോറൻറ്റ്സിനെ കുറിച്ച് പറയണം. വരുന്നോ തിരുവല്ല വഴി പോയപ്പോ ബിഗ് മൗത്ത് കയറാം കേട്ടോ, അത് ഈ ഒരു ഡിഷ്, അയ്യോ അത് ഭയങ്കരമായിരുന്നു. ഇതാണ് സംസാരം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ ഒക്കൂ? ഈ കഴിപ്പിന്റെയും കുഴിപ്പിന്റെയും കളിയുടെയും കാര്യത്തിന്റെ ഇടയ്ക്ക് എങ്ങനെ പറയാൻ ഒക്കും? മനുഷ്യരാലല്ല, മനുഷ്യനൊന്നും അല്ല എന്നെ ആക്കിയത്. ജഡത്തിൽ വിതച്ചാൽ നീ ജഡത്തിൽ നാശം കൊയ്യും. ആത്മീക ബന്ധത്തിന് വേണ്ടിയാണ് പ്രൈമറിലി നമ്മൾ ദൈവസഭയിൽ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ സമയം കളയാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ആത്മ മനുഷ്യന് പുതുക്കാനുള്ള, പണിയാനുള്ള, മാറാനുള്ള മേഖല കാണാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടി വന്നിരിക്കുന്നത് അന്യോന്യം, ജസ്റ്റ് ലൈക്ക് അയൺ ഷാർപ്പൻസ് അയൺ, അന്യോന്യം ഒരാളെ വളരാൻ സഹായിക്കാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഭൗതിക ബന്ധം ആത്മീക ബന്ധത്തെക്കാട്ടിൽ മുകളിൽ നിന്നാൽ you will never say truth to that person. The other person will not take the suggestion that you are saying. അതൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരമ്മയുടെ ഉദാഹരണമാണ്. ചരിത്രപ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായ സഭാചരിത്രത്തിലെ ഒരു പ്രധാന കാര്യമാണ്. എലിസ ജെർവിസ് എന്നാണ് ഈ അമ്മയുടെ പേര്. മക്കളെ എല്ലാം എഴുത്തി ഫാമിലി പ്രെയർ ഉണ്ട്. അപ്പൊ ഇന്നത്തെ പേരന്റിങ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇന്നത്തെ പേരന്റിങ് എന്ന് പറഞ്ഞാൽ ഇത് ആരാ ഫാദർ, ആരാ സൺ എന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ. ഹൂ ഈസ് ലീഡിങ് ദ ഹൗസ്? വി ഡോണ്ട് നോ. കുഞ്ഞുങ്ങളാണോ ലീഡ് ചെയ്യുന്നത്, മാതാപിതാക്കളാണോ ലീഡ് ചെയ്യുന്നത്? പലയിടത്തും പേരൻസിന് പേടിയാ കുഞ്ഞുങ്ങളെ. She doesn't like it, he doesn't like it, then we do it this way. Parenting ulta ho gaya. മാറിപ്പോയി, എല്ലാം മാറിപ്പോയി. ബിബ്ലിക്കൽ parenting എന്ന് പറഞ്ഞാൽ father is the leader of the house. Father is the spiritual leader directing the affairs of the house. ഈ അമ്മ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? എലിസ ജെർവിസ് എല്ലാ ദിവസവും ഫാമിലി പ്രയർ ഇരുത്തി ആമ്പിള്ളാരെ കൊണ്ട് എല്ലാം പ്രാർത്ഥിപ്പിക്കും, ബൈബിൾ വചനങ്ങൾ പഠിപ്പിക്കും. ഇതിനകത്ത് ഒരു അമ്മയുടെ മക്കളിൽ ഒരു കുസൃതി കൊടുക്ക
അപ്പൊ നമ്മൾ ഇന്ന് കുസൃതികളെ എൻജോയ് ചെയ്യും. വല്ലാത്ത കാലമായത്. പാസ്റ്റർ എന്റെ മോനെ ഭയങ്കര ദേഷ്യമാ പാസ്റ്റർ, എന്റെ അപ്പച്ചന്റെ കിട്ടിയാന്നാ തോന്നി, അതിനകത്തൊന്ന് പുകഴുക. ഒന്ന് ചിന്തിച്ചു നോക്കിയ എന്തോ ഒരു കാലമായതൊന്ന്. പപ്പ പറയുന്ന മോൻ കേൾക്കാത്തത്, ആ കേൾക്കാത്ത റിബല്യസ് സ്പിരിറ്റിനെ അഫേം ചെയ്യുക. പക്ഷേ എന്റെ കയ്യിലൊന്നും ഇവൻ നിക്കത്തില്ല, ഇവൻ കൂടിയാളല്ല, അവന്റെ അകത്ത് വേറെ ഏതോ സാധനമായിരിക്കുന്നേ. ഈ അമ്മ പറഞ്ഞു, യു മൈ സൺ. പുള്ളിക്കാരി അടുത്ത് പറഞ്ഞ പ്രസിദ്ധമായ വാക്കാണ്. എന്താണെന്നറിയാ പറഞ്ഞത്? ഇഫ് യു ഡോണ്ട് ചേഞ്ച് യുവർ വേ ഓൺ ദാറ്റ് ഡേ, my spirit will bear testimony against you in the presence of God. parenting, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ ഭൗമിക ബന്ധം ഇരിക്കുമ്പോൾ തന്നെ ആത്മീക ബന്ധം, സ്പീക്കിംഗ് ദ ട്രൂത്ത് ഇല്ലാതെ വന്നാൽ, ഈ അമ്മ പറയുകയാണെന്ന്, നീ മോനെ നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ യേശുപ്പച്ചന്റെ ആ ദിവസത്തിൽ അമ്മ നിനക്കെതിരെ സാക്ഷ്യം പറയും. കാരണം ഞാൻ നിന്നെ പഠിപ്പിച്ചു ദൈവത്തിന്റെ വചനം, ഞാൻ പ്രാർത്ഥിക്കാൻ നിന്നെ പഠിപ്പിച്ചു. ഇഫ് യു ആർ നോട്ട് ചേഞ്ചിങ്, യുവർ മദർ വിൽ സ്പീക്ക് അഗൈൻസ്റ്റ് യു ഓൺ ദാറ്റ് ഡേ. ഈ വ്യക്തി ഉണ്ടല്ലോ, ഇരുന്ന് കേട്ട കുസൃതി കൊടുക്ക. Later on, when he reflected on his life, this is what he wrote: those words pierced my heart. അതുവരെ ആരും ഒന്നും ചെയ്തിട്ടും ആളൊന്നും ഗുണപ്പെട്ടില്ല. അമ്മയുടെ ഈ വാക്ക്, മദർ സെഡ്, യെസ് യു ആർ മൈ സൺ, ബട്ട് ഇഫ് യു ആർ നോട്ട് ചേഞ്ചിങ്, ഇഫ് യു ആർ നോട്ട് മെൻഡിങ് യുവർ വേസ്, യുവർ മദർ ഈസ് അഗൈൻസ്റ്റ് യു. മൈ ബ്ലെസ്സിംഗ് ഈസ് നോട്ട് വിത്ത് യു. മൈ സ്പിരിറ്റ് വിൽ ബെയർ വിറ്റ്നസ് അഗൈൻസ്റ്റ് യു. ആ കുഞ്ഞ് പിന്നെ വളർന്നു വന്ന എങ്ങനെയാണെന്നറിയോ? ഈ ശബ്ദം ഈ മോൻ പറയുക പിന്നെ പലപ്പോഴും, all my crucial decision, these words are in my ears. My mother will bear testimony against me. My mother will bear testimony against me. ഈ മോൻ ആരായെന്നറിയോ? അവസാനം ലോകപ്രസിദ്ധനായ, അതിൽ വലിയൊരു പ്രീച്ചറിനെ ലോകം കണ്ടിട്ടില്ലായിരിക്കും. എനിക്ക് ഭാഗ്യം കിട്ടി അദ്ദേഹത്തിന്റെ മ്യൂസിയം പോയി കാണാൻ. ചാൾസ് സ്പർജൻ ആയിരുന്നത്. ഇതെല്ലാം ഈ പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാവിന്റെ നിയോഗത്തിലാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചാൾസ് സ്പർജന്മാര് നിങ്ങളുടെ വീട്ടിലുണ്ട്, പക്ഷെ അവരോട് സത്യം പറയണം. അവരെ പോകുന്ന വഴിക്ക് വിടുന്നതല്ല ആത്മീയത. യു ഹാവ് എ റോൾ ആസ് മദർ, ആസ് ഫാദർ. വെച്ച് വിളമ്പിയ ആൾക്കാരോട് പൗലോസ് പറയുക, സി, ഫ്രണ്ട്ഷിപ്പ് ഈസ് ഡിഫറെന്റ്, but spiritual relationship is more important than worldly friendship or any other relationship that we enjoy in this world. അങ്ങനെ ഈ മനുഷ്യൻ ഭക്തിയോടെ പറയുമ്പോ, അടുത്തതിന് ശ്രദ്ധിക്കണം, എങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷയപ്പം നഷ്ടപ്പെടുവോ? ഇവർ രക്ഷിക്കപ്പെട്ടു എന്നല്ലേ പറയുന്നത്, അവര് മക്കളാന്നാ പറയുന്നത്, അവർ ആത്മാവിൽ തുടങ്ങിയെന്നാ പറയുന്നത്. പക്ഷെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പോലെ, കഴിച്ച ഭക്ഷണത്തിന് ഒന്നും നന്ദിയില്ലാത്ത പോലെ ആള് പറയുക, നിങ്ങൾ ഛേദിക്കപ്പെടും, നിങ്ങൾ നശിച്ചു പോകും, ജഡത്തിൽ വിതച്ചാൽ ദൈവമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല. ഇതെങ്ങനെ ഇങ്ങനെ പറയാൻ ഒക്കുന്നു? കേൾക്കണം, യഥാർത്ഥമായിട്ടും ഒരാളുടെ വിശ്വാസം കറക്റ്റ് ആണോ എന്ന് എങ്ങനെ അറിയാം? അതാ പൗലോസ് തൊടുന്ന വിഷയം ഈ ലേഖനത്തിൽ. നമ്മൾ പലപ്പോഴും we treat symptoms, but Paul is treating the root problem in this letter. Symptom എന്താ? പലപ്പോഴും സിംറ്റം ഹെഡേക്ക് വന്നു, അല്ലെങ്കിൽ കൈയുടെ ഒരു സൈഡ് വേദന, ഇതിന്റെ പിമ്പിൽ എന്തോ കാരണമുണ്ട്. അതറിയണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടി വരും, അതറിയണമെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കേണ്ടി വരും, അതറിയണമെങ്കിൽ ചിലപ്പോൾ ആൻജിയോഗ്രാം ചെയ്യേണ്ടി വരും. മറ്റുള്ള ടെസ്റ്റിലൊന്നും അറിയത്തില്ല. പൗലോസ് എന്ന ഭക്തൻ, മാതാപിതാക്കളെ കേൾക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ സ്ലൈറ്റ് ചേഞ്ച് കാണുമ്പോ സിംറ്റത്തെ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം ഗെറ്റ് ടു ദ പ്രയർ റൂം, ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദേർ ഇൻ ദ ഹാർട്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പെട്ടെന്ന് അവൾ മൗനമായി, പെട്ടെന്ന് അവൻ റിബല്യസ് ആയി.
സിംറ്റത്തെ ട്രീറ്റ് ചെയ്യണ്ട. സിംറ്റത്തെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. സിംറ്റം അവൻ എപ്പോഴും മുറിയിലായിരിക്കുന്നത്. എന്താ മോനെ, ഇനി നീ മുറി ഇരുന്നുകൊണ്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കല്ലേ, കം ഔട്ട്. You can only use laptop when you are in the living room. Don't treat symptoms. There is something happening in his heart. ആ ഹൃദയത്തിന്റെ പോരാട്ടത്തെ കണ്ടുപിടിക്കാൻ ഒരു സ്കാനിങ് മെഷീൻ ഉണ്ട്. അത് പ്രേയർ റൂമിലെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. മാതാപിതാക്കളെ, അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം നിങ്ങളെ ഒരുക്കുകയാണ് ഈ വാചനങ്ങളിലൂടെ, വാക്യങ്ങളിലൂടെ. ഇതിനകത്തെ ഒരു കുഞ്ഞു പോലും ലൗകികനായി മാറാതെ, ഇതിനകത്തെ ഒരാള് പോലും റിബല്യസ് ആയി മാറാതെ, ഈ ചർച്ചിലുള്ള ഒരാളിൽ പോലും ഈവിൾ സ്പിരിറ്റിന്റെ ആധിപത്യം ഉണ്ടായി റിബല്യസ് ഡിസൊബീഡിയന്റ് ആയെന്നൊരു കേൾവി കേൾക്കാതെ ദൈവത്തിന് സൂക്ഷിക്കാൻ ആഗ്രഹമുണ്ട് അടുത്ത വർഷത്തിലേക്ക് കയറുന്നതിന് മുമ്പ്. പക്ഷേ ഭൗതിക ബന്ധത്തിനപ്പുറമായി ആത്മീക ബന്ധത്തിൽ വർക്ക് ചെയ്യണം. ഓൾ ദ പേരൻസ് വർക്ക് ഓൺ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സൺ ആൻഡ് വിത്ത് യുവർ ഡോട്ടർ. എനിക്ക് ഇപ്പോഴും മറക്കാൻ ഒക്കാത്ത ഒരു സംഭവം. ഒരു യൂത്ത് മീറ്റിംഗിന് ഒരു സ്ഥലത്തേക്ക് എന്നെ വിളിച്ചു. അദ്ദേഹം വളരെ ആവേശത്തോടെ വിളിച്ച, പക്ഷെ സന്ദർഭങ്ങളിൽ പോകാൻ കഴിഞ്ഞില്ല, മറ്റ് കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട്. ആ യൂത്ത് ലീഡർ വളരെ ആഗ്രഹത്തോടെ എല്ലാം പറഞ്ഞു, പാസ്റ്റർ നമുക്ക് ദൈവവചനം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എല്ലാം പറഞ്ഞു. പിന്നീട് 2 മാസം കഴിഞ്ഞിട്ട് അവർ യൂത്ത് മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു. എന്തോ കാരണവശാൽ ഹോള് കിട്ടിയില്ല, എന്തൊക്കെയോ കാരണവശാലുണ്ടായി. ഈ യൂത്ത് ലീഡർ ഒരു ഗിൽറ്റോടെ എന്നെ 2 മാസം കഴിഞ്ഞ് വിളിക്കുന്ന കോൺവെർസേഷൻ ഐ സ്റ്റിൽ റിമെമ്പർ ആഫ്റ്റർ മെനി ഇയേഴ്സ്. എന്തോ അദ്ദേഹം പറഞ്ഞെന്നറിയാം. ആദ്യത്തെ കുറച്ച് സമയം ഫോണുണ്ട്, ഞാൻ നോക്കുന്നുണ്ട്, ഈസ് ഹി ഓൺലൈൻ? യെസ്, ഈസ് ഓൺലൈൻ. ഈസ് നോട്ട് സ്പീക്കിംഗ്. എന്തോന്നറിയത്തില്ല. പറഞ്ഞ ഇതാ, പാസ്റ്ററെ നമ്മുടെ ആ യൂത്ത് ക്യാമ്പ് നമുക്കന്ന് നടത്താൻ ഒത്തില്ലല്ലോ പാസ്റ്ററെ. എന്തുവാ കാര്യം എന്താ? ആഫ്റ്റർ കപ്പിൾ ഓഫ് വീക്സ് one from the church committed suicide. ഈ വ്യക്തി ചിന്തിക്കുന്നത് I failed. I should have done that camp. ഇന്ന് രാത്രി ഞാൻ ഇതെല്ലാം ഓർപ്പിക്കുന്നത് അൽഫാമിനെ കാട്ടി വലുതാണ് ആത്മീക താപനില. സ്പിരിച്വൽ ടെമ്പറേച്ചർ ആത്മാവിൽ ഡിസേൺ ചെയ്യാൻ കഴിയണം. നിങ്ങളുടെ ഓരോ കുഞ്ഞിന്റെയും ആത്മീക വളർച്ചയുടെ ഉത്തരവാദിത്വം വേറെ ആരുടെ കയ്യിലുമല്ല ഇരിക്കുന്നത്. ഇറ്റ്സ് ഓൺ യു. ഇറ്റ്സ് ഓൺ യു. അതാണ് പൗലോസ് ഒരു ഫാദറിനെ പോലെ സംസാരിക്കുക. He is not just speaking like a father with iron rod. He is like a mother saying, I am in birth pains to see Christ formed in you. സൂപ്പർഫിഷ്യൽ ബന്ധത്തിൽ നിന്ന് എത്ര വലുതാണ് ഈ ആത്മീക ബന്ധം. സൂപ്പർഫിഷ്യൽ ബന്ധമാണെ പറയും, ഞാനന്ന് ചെന്ന സമയത്ത് എന്നെ ദൂതനെ പോലെ ട്രീറ്റ് ചെയ്താ എന്തേലും ആയി പോട്ടെന്ന്. അടുത്ത പ്രാവശ്യം നമ്മൾ ആ വഴി പോകുമ്പോ കയറി കഴിക്കേണ്ടതല്ലേ. പൗലോസ് പറയുന്നത്, എനിക്ക് വേണ്ട ആ കഴിപ്പ്, ഞാൻ പട്ടിണി ഇരുന്നോളാം, എന്റെ മോനെ എന്റെ മകളെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. പ്രിയ ദൈവമക്കളെ, രാവിലെ ഞാൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു പിന്നെയും. അതിന് ജോലി വിടണമെങ്കിൽ ജോലി വിടുക, അതിന് സമയം കുറയ്ക്കണമെങ്കിൽ സമയം കുറയ്ക്കുക, അതിന് രാജ്യം മാറണമെങ്കിൽ രാജ്യം മാറുക. ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ there is something seriously wrong with our spiritual priorities. പൗലോസ് ആ സെൻട്രൽ നെർവേ കയറി പിടിച്ചിരിക്കുക. നിങ്ങൾ എന്റെ മക്കളാണ്, പക്ഷെ I am going to tell you the truth without mincing words എന്ന് പറഞ്ഞുകൊണ്ടാ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ ഇവര് രക്ഷിക്കപ്പെട്ടതല്ലേ? രക്ഷിക്കപ്പെട്ടവരോടാണോ പറയുന്നത് നിങ്ങൾ നശിക്കും, ആത്മാവിൽ വിതച്ചാൽ നിത്യജീവനെ കൊയ്യും, ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്യും? ഇതൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? ട്രൂ ആയ രക്ഷ എന്ന് പറയുന്നത് 1:6 വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ചാപ്റ്റർ 1 and verse 6 ഇങ്ങനെയല്ലേ അവിടെ വായിക്കുന്നത്? ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ
വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകുന്നതിൽ ഞാൻ എന്തായിരുന്നു സിംറ്റം ജഡത്തിൽ വിതച്ചു. പക്ഷെ റൂട്ട് പ്രോബ്ലം എന്താ? റൂട്ട് പ്രോബ്ലം ജഡത്തിൽ വിധിച്ചതൊന്നുമല്ല. റൂട്ട് പ്രോബ്ലം ഗോസ്പലിൽ നിന്ന് മാറിപ്പോയി. സിംറ്റം എന്തായിരുന്നു? സിംറ്റം ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, പിണക്കം, പക, ജാരശങ്ക, ക്രോധം, ദ്വന്ദ്വപക്ഷം, വിഗ്രഹാരാധന, ആഭിചാരം, ഇതൊക്കെയാ ഈ വെളിയിലോട്ട് വന്നത്. സിംറ്റമാത്. പിണക്കം എന്ന സിംറ്റത്തെ നമുക്ക് എങ്ങനെ ഭയങ്കരമായി നമുക്ക് വേണേ ട്രൈ ചെയ്യാം. എങ്ങനെ ഇങ്ങനെ ഒരു ചർച്ച് കോണ്ടെക്സ്റ്റിൽ ട്രൈ ചെയ്യാം. രണ്ടുപേര് തമ്മിൽ ഇങ്ങനെ ടെമ്പർമെന്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുറുമുറുത്ത് നിൽക്കുന്ന, ഞാൻ അത് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ പാസ്റ്റർ ആ അനാലജി വേണ്ടായിരുന്നു. 5:15 ഒന്ന് നോക്കിയാ. 5:15 നോക്കി വായിക്കാമോ? ഉറക്കെ വായിക്കാം. അന്യോന്യം. എനിക്ക് പാസ്റ്റർ ഇപ്പൊ അത് വായിച്ചപ്പോ ഒരു സംശയം വന്നില്ല. മൂന്നാമത്തെ പദം അതാന്ന് തോന്നുന്നു. ഇത് തന്നെ ഞാനും ആദ്യം വായിച്ചപ്പോ ഞാൻ ഓർക്കുന്ന എന്റെ മമ്മിയോട് ഞാൻ ചോദിച്ചു, ഇതെന്തോ ഈ വാക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും. അതാ പറഞ്ഞ ഇത് സൂ ലാംഗ്വേജാ. സൂ പാട്ടുണ്ട്, പ്രാർത്ഥനയുടെ എല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം പൊങ്ങും, ആള് പൊങ്ങും. ഇങ്ങനെ ഒരു പരുവത്തിന് ഇരുത്തിയിരിക്കുക. അൺലീഷ് ചെയ്ത് കഴിഞ്ഞാൽ കടിക്കും. കൂട്ടിലിട്ട് കെട്ടിയിരിക്കുന്ന ഒരാളെ ഇങ്ങനെ കെട്ടി ഇരുത്തിയിരിക്കുക. ആളെ ഒരല്പം അഴിച്ചു വിട്ടാൽ 4 എണ്ണത്തെ കടിക്കാതെ തിരിച്ചു വരത്തില്ല. ചിലരോട് സംസാരിക്കാൻ പോകുമ്പോ തന്നെ അപ്പുറത്തെ ആൾക്കാർ പറയും എന്തോ ഒപ്പിക്കും കേട്ടോ, ഇന്ന് എന്തോ നടക്കും. ചർച്ചിൽ ഗലാത്യ സഭയിൽ എത്ര മാസമായി? കുറച്ച് മാസങ്ങളുള്ളൂ രക്ഷിക്കപ്പെട്ടിട്ട്. അതൊരു സൂ പോലായി. പാട്ടുണ്ടോ? പാട്ടുണ്ട്. സ്നാനപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആത്മീയ പരിപാടിയുണ്ട്. അവിടെ സൺഡേ സ്കൂളുണ്ടോ? സൺഡേ സ്കൂളുണ്ട്. പക്ഷേ പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് എലോങ്. എന്തേ ഉള്ളൂ? സൂപ്പർഫിഷ്യൽ ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ, സ്പിരിച്വൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഗെറ്റിംഗ് എലോങ് എന്ന് പറയുമ്പോ ഒരുമിച്ച് കാണുമ്പോ ആത്മീയമായിട്ട് എന്തേലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഒരു ഞായറാഴ്ച ദിവസം കാണുമ്പോ എന്തോ പറയാനുള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എന്തെങ്കിലും സംസാരിച്ചോ? ഞാൻ ഞായറാഴ്ച പറഞ്ഞില്ലേ? ഇതാ ലെവൽ. കഴിഞ്ഞ ആഴ്ച എവിടൊക്കെ റെസ്റ്റോറന്റിൽ പോയായിരുന്നു? കഴിഞ്ഞ ആഴ്ച വചനം ധ്യാനിച്ചായിരുന്നു. നീ എന്തോ ഇപ്പൊ അത് ചോദിക്കും. ഇപ്പൊ 2 മണിക്കൂർ ഇപ്പൊ ഇരുന്ന പോലെ, ഇനി എനിക്കാകെ സ്ട്രെസ് ആകുന്നേന്ന് പറയും. ആത്മീക ഫുഡ് എടുക്കാൻ ആർക്ക് വയ്യ? ഗലാത്യ ആൾക്കാർക്ക് വയ്യ. സൂപ്പർഫിഷ്യൽ ആയോ? വിത്തിൻ ഫ്യൂ മന്ത്സ് 3 ടിക്ക് ചെയ്തിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടു, യെസ്. സ്നാനപ്പെട്ടു, യെസ്. അന്യഭാഷ, യെസ്. പക്ഷെ ആത്മീയ കാര്യമെല്ലാം സംസാരിക്കാൻ നോ. എല്ലാം സൂപ്പർഫിഷ്യൽ. കാണിക്കുന്നതെല്ലാം സൂപ്പർഫിഷ്യൽ. കസാര ഇടുന്നത് മുതൽ, മൈക്ക് കെട്ടിയത് മുതൽ, പാടാൻ കേറിയത് മുതൽ സകലതും സൂപ്പർഫിഷ്യൽ. കഴിഞ്ഞിടെ ഞാനൊരു സംഭവം കേട്ടു. ഇംഗ്ലീഷും മലയാളം കൂടെ ഉള്ള സർവീസാ. ഈ ചർച്ചില്, ഈ പറയുന്ന ചർച്ചിൽ. അപ്പൊ മലയാള സർവീസിന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പാട്ട് തുടങ്ങുന്നു. ഒരങ്കിൾ അവിടെ ഇരിക്കുക. അപ്പൊ 1 ആഴ്ചയായി പിള്ളേർ ഒത്തിരി പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാ കേറുന്നത്. അപ്പൊ ഇവരെല്ലാം നോട്ട് ചെയ്യുക, ദിസ് അങ്കിൾ ഈസ് സിറ്റിംഗ്, ഹി ഈസ് നോട്ട് വർഷിപ്പിംഗ് വിത്ത് അസ്. അവർ ഭയങ്കര ഹേർട്ടായി പോയി. പിള്ളേര് നമ്മൾ അവരോട് നേര് പറഞ്ഞു തന്നെ അവർ നേരെ ഈ എലിസ ജെർവീസ് പോലുള്ള മദേഴ്സ് ഇല്ലാത്തോണ്ടാണ് കേട്ടോ. എലിസ ജെർവീസ് പോലുള്ള മദേഴ്സ് കണ്ണി നോക്കി പറയും, മോനെ യു ഹാവ് ടു ബി ലൈക്ക് ദിസ് എന്ന് പറഞ്ഞാൽ അവര് they are very soft. You can turn them. നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് അവർ ലോകം ഇങ്ങനെ ടേൺ ചെയ്ത പലപ്പോഴും. പക്ഷെ ഈ പിള്ളേര്, നിഷ്കളങ്കരായ പിള്ളേര്, ഈ അങ്കിളിന്റെ പെരുമാറ്റം ഇതേ ഉള്ളൂ. അവരവിടെ കിടന്ന് Waymaker, miracle worker, promise keeper, light in the darkness,
I know that is who you are. അങ്കിൾ അവിടെ ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, പിള്ളേര് റിട്രീറ്റ് നടക്കുക, ഫാം ഹൗസ് റിട്രീറ്റ്. അപ്പോഴല്ലേ ഈ വെളി വരുന്നത്. ഇപ്പൊ ഒന്നും വെളി വരത്തില്ല, ഇപ്പൊ എല്ലാരും നല്ലതായിട്ടിരിക്കുകയാണ്. വെളി വരണേ നമ്മൾ ഇപ്പം പറയണം, നമ്മളെല്ലാവരും ഇസ്രായേലിന് ഒരു ട്രിപ്പിൽ പോവാ. എല്ലാവരുടെ സംഭവം ഇപ്പൊ വെളി വരും, ആരാണ് ആളെന്നുള്ളത് ഇപ്പൊ വെളി വരും. ഇപ്പൊ ഫാം ഹൗസിൽ ചെന്ന് എല്ലാവരും കുറച്ചുപേര് ബാർബിക്യൂ ഉണ്ടാക്കുന്നു, കുറച്ചുപേര് ഫുട്ബോൾ കളിക്കുന്നു, ഇങ്ങനെ നിൽക്കുക, ഒരു ചർച്ച് റിട്രീറ്റ് നടക്കുക. അപ്പൊ ഇതിനകത്തെ കൊയറിലെ ഒരു മിടുക്കരായ ആള്, അവൻ കുറെ നാളുകൊണ്ട് ഉന്നുവാണ്, ഇത് എന്താ അങ്കിൾ എഴുന്നേക്കാത്ത. നേരെ ചെന്ന് അങ്കിളിനോട് ചോദിച്ചു, അങ്കിൾ come and play with us even you are not getting up on Sunday when we are singing, why you are not? അങ്ങനെ ഒന്നുമില്ല, ഞാൻ കുറച്ച് സമയം നിൽക്കുമ്പം my knee is paining, I am sitting down. അപ്പോഴേ ഇവന് മനസ്സിലായി ഇത് ചുമ്മാ, കാരണം സോക്കർ കളിക്കാൻ ഞങ്ങളുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. മലയാളം കഴിയുമ്പോഴേ ഇത് അപ്പോഴത്തേനത് മുട്ട് വേന എടുക്കുകയാണ്. അടുത്ത മിടുക്കൻ ചെന്നു വേറൊരു രീതിയിൽ സെയിം ക്വസ്റ്റ്യൻ ഇട്ടു, ഹൗ ഈസ് അവർ കൊയർ ഗോയിങ് അങ്കിൾ, ബട്ട് യു ആർ നോട്ട് ഗെറ്റിംഗ്. തിരിച്ചു പറഞ്ഞ എന്താന്നറിയോ, എന്റെ കൊച്ചുമോക്ക് മൈക്ക് കൊടുക്കാത്ത കൊയറി പാടുന്ന കേൾക്കാൻ എന്തിനാ ഞാൻ എഴുന്നേക്കുന്നത്? എന്തോ കാര്യം ഇതേ ഉള്ളൂ, കൊച്ചുമോക്ക് മൈക്ക് കൈ കിട്ടിയില്ല. ആദ്യത്തെ ഒരാഴ്ച കൊടുത്തപ്പോഴേ മിക്സറുകാരൻ ഇത് എങ്ങോട്ട് തിരിക്കണോന്ന് അറിയാൻ വയ്യാതെ ഇതെങ്ങനെയല്ലോ ഒന്ന് കുറയ്ക്കണ്ടേ, പാടാനുള്ള കൃപ കിട്ടിയിട്ടില്ല, അത്രേ ഉള്ളു കാര്യം. പക്ഷെ ഇത് അംഗീകരിക്കാമോ? അംഗീകരിക്കത്തില്ല. ചുമ്മാ ഒരു മൈക്കാന്നേലും അവിടെ കൊടുത്തേക്കണേ, കാരണം നമ്മുടെ അഭിമാന പ്രശ്നമാണ്. മറ്റുള്ളവർ കയറി എന്റെ മോളും കയറണം. അപ്പൊ എന്റെ മോള് പാടുന്നുണ്ടെങ്കിൽ ഞാൻ കൈവെക്കും, എന്റെ മോള് പാടുന്നില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും. ഇതെന്തുവാ? ക്ലബ് അതൊരു ക്ലബ്ബാ. ക്ലബ് എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ കൈപ്പറ്റൂക്കാർക്കെല്ലാം ഒരു സന്തോഷം, മറ്റവർക്കെല്ലാം വേറൊരു സന്തോഷം. ആത്മീകത അതുവഴി പോയിട്ടില്ല. എന്റെ മോള് പാടിയില്ലേലും പാടുന്നത് ദൈവത്തിനാണ്, ഏറ്റവും ബെസ്റ്റ് വോയിസസ് കേൾക്കട്ടെ സൺഡേ. അതല്ല ആളിന്റെ ചിന്ത. ഗലാത്യ സഭയിൽ വരാൻ തുടങ്ങി, ഓരോന്നൊന്ന്. 5:15 കണ്ടില്ലേ, അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്യാൻ നിൽക്കുക. 5:26 പറഞ്ഞത് അന്യോന്യം മറന്നോ, പോരിന് വിളിക്കുക. നിന്നെക്കാട്ടി കേമനാ ഞാൻ, നിനക്ക് ഇന്ന സെൻട്രൽ പാസ്റ്റർ അറിയാം, എനിക്ക് പ്രസിഡന്റിനെ അറിയാം. നിനക്ക് പ്രസിഡന്റിനെ അറിയാം, എനിക്ക് വെസ്റ്റ് ഏഷ്യൻ സൂപ്രണ്ടിനെ അറിയാം. നിനക്ക് വെസ്റ്റ് ഏഷ്യൻ സൂപ്രണ്ട്, എനിക്ക് ബിൽ ക്ലിന്റനെ അറിയാം. ഇതാണ് സംഭവം. ഇങ്ങനെ അങ്ങ് ഒരസി നിൽക്കുക, ആരാ വലിയവൻ. എല്ലാ പരിപാടി ഉണ്ടെങ്കിലും ഗലാത്യ സഭയിൽ പൗൽ ഒന്ന് ഓർത്തു നോക്കണേ, കാവേജോരം കഴിച്ചു, എരിശേരി കഴിച്ചു, പക്ഷെ അവസാനം ഇതെല്ലാം ഇവിടെ വന്നു. ഇതെല്ലാം തമ്മിൽ പ്രോബ്ലത്തിൽ വന്നു. പൗലോസ് എന്നാ എന്തോ പറയാം, നാച്ചുറലി ഇന്നത്തെ ഒരു വ്യക്തിയാണെ പറയാം, ഒരു കാര്യം ചെയ്യും, പുള്ളിക്കല്ലേ ഈ പ്രശ്നം, മൈക്ക് കൊടുക്ക, ഇച്ചിരി വോളിയം കുറച്ച് വെച്ചാൽ മതി, മൈക്ക് കൊടുക്കും, പ്രശ്നം തീരട്ടെ. ഇന്നത്തെ ഒരാളാണെങ്കിൽ പറയാം, പുള്ളിക്കല്ലേ പ്രശ്നം, പുള്ളിയെ പിടിച്ച ചുമതല എല്ലാ പ്രാവശ്യവും ഫുഡിന് പുള്ളിക്കാ പ്രശ്നം, ഈ പ്രാവശ്യത്തെ ഫുഡ് ചുമതല പുള്ളിക്കിരിക്കട്ടെ. ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങളിൽ ഒരാളെ എനിക്ക് അറിയാത്തതാണ് ഇതിനകത്ത് വലിയ വിജയം. ഞാൻ 1-ാം ദിവസം മുതൽ പറയുകയാണ്, നിങ്ങളിൽ ആരെയും എനിക്ക് അറിയാത്തതാണ് ഇത്രയും പ്രാഗൽഭ്യത്തോടെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്. വേറെ ഒരിടത്താണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മുടെ ചെവിയിലൂടെ പോകുന്നുണ്ട്, എനിക്ക് പിന്നെ അത് സംസാരിക്കാൻ പ്രയാസം. അതുകൊണ്ടാണ് ഞാൻ ഈ പലപ്പോഴും യാത്ര ചെല്ലുമ്പോൾ താമസിക്കുന്ന വീടൊക്കെ നേരത്തെ അന്വേഷിക്കും, ഇതാരാ, എവിടാ ഞാൻ താമസിക്കാൻ പോകുന്നത്. സാധാരണ പാസ്റ്റർമാരോട് ഞാൻ ചോദിക്കും, എന്നെ ദൈവത്തെ ഓർത്തി കൂടുതൽ സംസാരിക്കുന്നിടത്ത് കൊണ്ട് വിടരുതേ എന്ന് ഞാൻ പറയും. കാരണം ശുശ്രൂഷിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചായയും വെച്ച് ഒരു കേക്കും വെച്ച്, പാസ്റ്ററേ ഈ ദിവസങ്ങളിൽ അറിയാമല്ലോ അല്ലേ, ഞാൻ അപ്പോഴേ എന്റെ മനസ്സിൽ പറഞ്ഞു, ഇതൊന്ന് നിർത്താമോ, എനിക്ക് ശുശ്രൂഷിക്കണം, എനിക്കിത് കേൾക്കണ്ട. ദൈവവചനം മിഥുൻ ബ്രദർ ഇവിടെ വന്നിട്ടുണ്ട്, ദൈവമേ ഞങ്ങള് രണ്ടും ആ ഹോളിൽ കാണുന്ന വെളിയിലോട്ട് ഇറങ്ങാൻ നേരം. അത് നല്ല കാര്യമാണ്, പാസ്റ്റർ കറക്റ്റ് എടുത്ത് ഞാൻ ചോദിച്ചില്ലേലും എന്നെ അവിടെ കൊണ്ടാക്കി. അത് ഞാൻ ആ മുറിയിൽ വളരെ
സ്വസ്ഥമായി സൗകര്യമായി നല്ല ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എനിക്ക് ഉണ്ടാക്കി തന്നു. ആ സമയം ഇരുന്നു. ഞങ്ങള് മറ്റ് കാര്യങ്ങൾ പറഞ്ഞു, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾ തുനിഞ്ഞിട്ടില്ല, തുനിയാൻ താല്പര്യപ്പെടുന്നുമില്ല. കാരണം അത് പ്രാഗൽഭ്യത്തെ നഷ്ടപ്പെടുത്തും. ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്റെ പ്രാഗൽഭ്യം കളയും. എല്ലാം അറിഞ്ഞിട്ട് ഞാൻ പറയുന്ന പോലെ വലിയ പ്രയാസമാണ്. അപ്പൊ ഈ ഭൗമികമായ ബന്ധം മൊത്തം ഉപരി വിപ്ലവതലം തൊട്ടാ പോകുമെന്ന് പൗലോസ് അറിഞ്ഞു. ഈ ദൈവമക്കളെ, യഥാർത്ഥ രക്ഷിക്കപ്പെടലിൽ നിന്ന് ഈ സൂ കണ്ടീഷനിലേക്ക് വരാൻ 20 വർഷം വേണോ? നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഉള്ള ഞങ്ങൾ ആയിരിക്കുന്ന ചർച്ചിനെ കുറിച്ച് തന്നെ പറയും ആൾക്കാർ, 60 വർഷമായി ഇനി ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഉണർവ് ഇപ്പം ഇത് മാസങ്ങളായേ ഉള്ളൂ. ചെറിയ ഡീവിയേഷൻ, വലുതല്ല, ചെറിയത്. പൗലോസ് പറഞ്ഞു വെക്കുന്നത്, ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവർത്തികളെ അനുസരിക്കത്തില്ല, ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്യത്തില്ല. പകയും പിണക്കവും ഈർഷ്യയും ദ്വന്ദ്വപക്ഷവും കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഒന്നും വരത്തില്ല. എല്ലാവരും താഴ്മയോടെ ദൈവസന്നിധിയിൽ ഇരിക്കും. ആത്മീക ബന്ധമായിരിക്കും പ്രധാനം, ഭൗമികമല്ല. അപ്പൊ പൗലോസ് റിയൽ കോർ ഇഷ്യൂവിനെ കയറി പിടിച്ചു. പൗലോസ് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് അല്ല. ദൈവസഭകളെ, വ്യക്തി ജീവിതങ്ങളെ അഡ്ജസ്റ്റ്മെന്റ് അല്ല. 2025 ലാസ്റ്റിൽ വി ഹാവ് ടു ഗെറ്റ് ടു ദ റൂട്ട്. വൈ ദിസ് ഇസ് ഹാപ്പനിങ് ടു മീ? വൈ മൈ ചിൽഡ്രൻ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പിരിച്വൽ തിങ്? നോ അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ് എന്തോ ചെയ്യാം, പറയാം, മോനെ നീ ഒരു വാക്യം എല്ലാ ദിവസവും കാണാൻ പഠിച്ചില്ല എങ്കിൽ ഇനി മുതൽ നിനക്ക് ഫുഡില്ല. അങ്ങനെയൊന്നും പറയത്തില്ല ആരും. പഴയ കാലത്ത് പറയാറ്, അങ്ങനൊന്നും ആരും പറയത്തില്ല. അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരം ഡിസേൺ ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ ഈ ദിവസങ്ങളിൽ. അതിന് ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി തരും. പിന്നെ കുഞ്ഞുങ്ങളോടാണെങ്കിലും അന്യോന്യമാണേലും കറക്റ്റ് ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ആൾക്കാർ മാറ്റി ചോദിക്കുക, എന്തോ വല്ല അറിഞ്ഞായിരുന്നോ, എന്താ എന്നെ കുറിച്ച് അങ്ങനെ ചോദിച്ചേ? ദൈവം വെളിപ്പെടുത്തി തരും. ആത്മീക അന്തരീക്ഷത്തിന് വലിയ മാറ്റം ഉണ്ടാവും. ആത്മീയ അന്തരീക്ഷം അളക്കുന്നത് അല്ല. ആത്മീയ അന്തരീക്ഷം അളക്കുന്നത് കുറെ കോലാഹലത്തിലല്ല. ആത്മീക അന്തരീക്ഷം അളക്കുന്നത് ക്വാളിറ്റി ഓഫ് ഈച്ച് ബിലീവർ സീറ്റഡ് ഇൻ ദ ചർച്ച്. കർത്താവിന്റെ മനസ്സലിവും സ്നേഹത്തോടെയും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ, ചർച്ചിന്റെ ആത്മീക നിലവാരത്തെ ദൈവം അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ജഡികമായ ഒരു സംസാരം വരുമ്പോ ഇത് ജഡമാണെന്ന് എല്ലാവർക്കും തിരിച്ചറിയത്തക്കവണ്ണമുള്ള ആത്മാവിന്റെ സജീവ സാന്നിധ്യം ദൈവത്തിന് ഇതിനകത്ത് അയക്കാനുണ്ട്. അല്ലെ ജഡീകനാരാ ആത്മീകനാരാന്ന് അറിയാൻ വയ്യാത്ത വലിയ കുഴച്ചിലാകും നമ്മൾ. ജഡീകനാരാ ആത്മീകനാരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ആത്മനിറവുള്ള അപ്പോസ്തലനെ പോലെ നിങ്ങളിൽ ഓരോരുത്തരിലും ദൈവം അത് പകരും. ഒരാൾ ഒരു കാര്യം വന്ന് പറയുമ്പോഴേ ടു ഡിസേൺ വാട്ട് ഈസ് ദ സ്പിരിറ്റ് ബിഹൈൻഡ് ദാറ്റ്. ഒരു പ്രൈഡ് ആയിട്ട് വരുമ്പോ ഉടൻ ഒരു അറസ്റ്റ് ചെയ്ത് നിർത്തിയ പോലെ അത് നിന്റെ ഉള്ളിൽ നിഗളം കൊണ്ടാ നീ ഇപ്പൊ അത് പറഞ്ഞത്. ഗോ റെക്കൺസൈൽ. അങ്ങനെ ഒരു സജീവ സാന്നിധ്യം. നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയി. മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോയത് കൊണ്ട് ഇപ്പൊ എന്തോ വന്നു, ജഡം പൊങ്ങി. അപ്പൊ എന്തായി മറ്റൊരു സുവിശേഷം? വാലിഡ് ചോദ്യമാണോ? 1:6 നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞുപോയി. 5-ാം അധ്യായത്തിൽ 15 വന്നപ്പോ നിങ്ങൾ അന്യോന്യം കടിക്കുകയും കൊല്ലാൻ നിൽക്കുകയുമാണ്. നിങ്ങൾ ദുരഭിമാനികളായി, വമ്പ് പറയുന്നവരായി. മറ്റൊരു സുവിശേഷം, ഇറ്റ് റിസൾട്ടഡ് ഇൻ ഫ്ലഷ്, വർക്ക്സ് ഓഫ് ദ ഫ്ലഷ്. 5-ാം അധ്യായം 19, 20, 21 വർക്ക്സ് ഓഫ് ദ ഫ്ലഷ്. 5-ാം അധ്യായം 26 വർക്ക്സ് ഓഫ് ദ ഫ്ലഷ്. ഇതൊന്നും നിയന്ത്രിക്കാൻ കേവല അഡ്ജസ്റ്റ്മെന്റിന് കഴിയത്തില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ കൂട്ടിലിട്ടിരിക്കുക, തുറന്നു വിട്ടാൽ കടുപിടി ലഹളയാവും.
ഇതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പുറമോട്ട് പോയാലേ ഒക്കത്തുള്ളൂ. ഒന്നിൽ വന്ന് എന്താ സുവിശേഷം? എന്താ ദൈവമക്കളെ സുവിശേഷം? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടോ? 1:6 ഒരു പ്രാവശ്യം കൂടെ വായിക്കാമോ? 1:6 ഒരു പ്രാവശ്യം കൂടെ വായിക്കാമോ? ആ വാക്ക് ഓരോന്നും കേൾക്കട്ടെ. ക്രിസ്തുവിന്റെ കൃപ. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട പദം ക്രിസ്തുവിന്റെ കൃപ. അതപ്പോ ആരാ? വിളിച്ചവനെ വിട്ട്. അതാരാ? ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട്. ആരാ നമ്മളെ വിളിച്ചത്? പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും ആ വാക്യത്തിൽ ഉണ്ട്. ക്രിസ്തുവിന്റെ കൃപയാൽ, ഇറ്റ് ടോക്സ് അബൌട്ട് ജീസസ്. നിങ്ങളെ വിളിച്ചവനെ. ആരാ വിളിച്ചത്? ഫാദർ. പിതാവായ ദൈവം ക്രിസ്തുവിന്റെ കൃപയിലൂടെയാണ് നമ്മളെ വിളിച്ചത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതേ കാര്യമാണ് എഫേസ്യ ലേഖനം 1:3 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനു വേണ്ടി ലോക സ്ഥാപനത്തിനു മുമ്പ് ക്രിസ്തുവേശുവിൽ അവൻ നമ്മളെ തെരഞ്ഞെടുത്തു. ആര്? പിതാവ് നമ്മളെ തെരഞ്ഞെടുത്തു. ആരിലൂടെ? പുത്രന്റെ രക്തത്തിൽ, കൃപയിലൂടെ നമ്മളെ തെരഞ്ഞെടുത്തു. പൗലോസ് പറയുക, നമ്മൾ ആരാ എന്ന് മറന്നു പോകരുത്. ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ പറഞ്ഞുപോയി. അപ്പൊ 2 കാര്യങ്ങൾ മറ്റൊരു സുവിശേഷത്തിൽ നഷ്ടപ്പെടും. ഏതൊക്കെയാ? ക്രിസ്തുവിന്റെ കൃപയും വിളിച്ചവന്റെ വിളിയും. ഇത് രണ്ടും പോവും. മറ്റൊരു സുവിശേഷത്തിൽ എന്തോ ഇല്ല? കൃപയുടെ ജീവിതം ഇല്ല. മറ്റൊരു സുവിശേഷത്തിൽ വിളിച്ചത് എന്തിനാന്നറിയത്തില്ല. ഫുട്ബോൾ ഗ്രൗണ്ടിലോട്ട് കയറ്റി വിട്ടു. ഞാൻ എന്തിനാ ഇവിടെ ഈ ഗ്രൗണ്ടിൽ? ഇതെന്തോ ഈ ബോള് അറിയത്തില്ല. കറക്റ്റ് ട്രെയിനിങ് കഴിഞ്ഞ് വിസിലടിച്ച് തുടങ്ങേണ്ട ചർച്ച എന്ന് പറയുന്നത് അങ്ങനെയാ. It's a body of Christ. It's bride. It's a building up there for battle against evil powers, against world, against flesh. സഭ എന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാരുടെ കൂട്ടമാണ്. പക്ഷെ ഗലാത്യ ആൾക്കാര് വിളിച്ചവന്റെ വിളി മറ്റൊരു സുവിശേഷത്തിൽ ഇല്ല. ക്രിസ്തുവിന്റെ കൃപയും അവിടെ ഇല്ല. പിന്നെ അവിടെ എന്തോ ഉണ്ട്, പറയാം. 5:4 വാക്യം. എന്തോ 5:4 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? ഉറക്കം വായിച്ചോ? ഒരാൾ ഉറക്കം വായിച്ചോ? ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ. ഒന്ന് നോക്കണം. എന്തോ ഈ വാക്യത്തിന്റെ ഒക്കെ അർത്ഥം? സുവിശേഷത്തിലൂടെ എന്തോ ഉണ്ട്? യഥാർത്ഥത്തിൽ നീതീകരണമുണ്ട്, ദൈവത്തോടുള്ള നിരപ്പുണ്ട്. പക്ഷെ ഉള്ള ആൾക്കാർ ഇപ്പൊ എന്തിലാ നീതീകരിക്കപ്പെടാൻ നോക്കുന്നേ? ന്യായപ്രമാണത്തിലൂടെ നിങ്ങൾ നീതീകരിക്കപ്പെടാൻ നോക്കിയ എന്താ അവിടെ എഴുതിയിരിക്കുന്നേ? നിങ്ങൾ വായിക്കാമോ വാക്യം? നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. തീർന്നില്ല വാക്യം. കൃപയിൽ നിന്ന് വീണുപോയി. 2 വാക്കും കിട്ടിയല്ലോ. ചർച്ചിലായിരിക്കുന്നത്. പക്ഷെ അവരോട് പറയുക, നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണും പോയി. അന്യോന്യം കടിക്കാൻ നിന്നത് എന്തുകൊണ്ടാ? അപ്പം കൃപയിൽ നിന്ന് വീണതിന്റെ ലക്ഷണം. ക്രിസ്തുവിനോട് വേർപെട്ടു പോയതിന്റെ ലക്ഷണമാ പിണക്കവും ജാരശങ്കയും ജഡമോഹവും ജഡാഭിലാഷം നിവർത്തിച്ചതുമൊക്കെ. ആര് കണ്ണിന്റെ മുമ്പിൽ നിന്ന് പോയി? ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണും പോയി. ഹൃദയമക്കളെ, എന്തുവാ ഈ കൃപയിൽ നിന്ന് വീഴുക എന്ന് പറഞ്ഞാൽ? എന്തുവാ കൃപയെന്ന് പറഞ്ഞാൽ? അൺമെറിറ്റഡ് ഗിഫ്റ്റ്. അതല്ലേ ഗ്രേസ്. നമ്മൾ ഒരു ദിവസം ജോലി സ്ഥലത്തേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ ഒരിക്കലും നമുക്ക് ഡിസർവ് ചെയ്യാത്തൊരു ഇൻക്രിമെന്റ്, പ്രൊമോഷൻ, ഒരു ഗിഫ്റ്റ് അവിടെ ഒരുക്കപ്പെട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ശരിക്കും പെന്തിക്കോസ്തുകാരെ നമ്മൾ അപ്പൊ സ്തോത്രം പറയും. കുറെ, കർത്താവ് ഇതിനൊന്നും എനിക്ക് യോഗ്യതയില്ല കർത്താവേ, നമ്മൾ പറയും, ദൈവത്തിനോട് നന്ദി പറയും. കൃപ, ക്രിസ്തുവേശുവിലുള്ള കൃപ എന്ന് പറഞ്ഞാൽ എന്താ?
യഥാർത്ഥ സുവിശേഷത്തിന്റെ സത്തെന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരും നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട നമ്മളെ രക്ഷിക്കാൻ ഒരു സമ്പ്രദായത്തിന് കഴിയാതിരിക്കെ, ഒരു മതത്തിന് കഴിയാതിരിക്കെ, മനുഷ്യ വേഷത്തിൽ ഇറങ്ങി വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ കൃപ, ക്രിസ്തുവിൽ കണ്ടൊരു കൃപ. അവിടെ കിടന്നുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇത് വലിയ കൃപയാണ്. ആ കൃപ ധ്യാനിച്ച പഴയ ഭക്തന്മാർ എഴുതിയതാണ്. നിനക്ക് ഈ വേദന വരുത്തി വച്ച നീചൻ ഞാൻ, അയ്യോ നന്ദി കെട്ട നരരെ നരകയാതനയിൽ നിന്നും നേടാൻ മന്നവ തിരുപ്പൊൻകുരുതിനെ നീ ഞങ്ങൾക്കേണ്ടി ഏൽപ്പിച്ചല്ലോ. ഇത് വലിയ കൃപയാണ്. കർത്തൃമേശയുടെ സമയത്തെ സാധാരണ നമ്മൾ അത് പാടാറുള്ളൂ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം. മനുഷ്യരിൽ എന്ത് നന്മ നീ കണ്ടു, അല്ല എന്നിൽ എന്ത് നന്മ നീ കണ്ടു. ഇത് കൃപയല്ലേ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ജീവനോട് ഇരിക്കുന്നത് കൃപയാ, ജോലി ചെയ്യുന്ന കൃപയാ. പക്ഷെ ഇതിലെല്ലാം ഉപരി രക്ഷിക്കപ്പെട്ടത് കൃപയല്ലേ. നമ്മുടെ നീതിപ്രവൃത്തിയല്ല, നമ്മുടെ മാതാപിതാക്കളുടെ ഗുണമല്ല, നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവേശുവിന്റെ കൃപ, ദൈവത്തിന്റെ വിളി. ഓ, ആ ദൈവത്തിന്റെ വിളി എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഓരോരുത്തരെയും ദൈവത്തിന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു വിശുദ്ധ വിളിയാൽ അവൻ വിളിച്ചു. സുവിശേഷത്തിന്റെ സത്തെന്ന് പറയുന്നത് ക്രിസ്തുവേശുവിന്റെ കൃപയിൽ ദൈവത്തിന്റെ വിളി. ആ വിളിയെ നിങ്ങൾ വിട്ട് മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ അവിടെ യേശു ഉണ്ട്, അവിടെ കൃപയില്ല, ഓൺ മെറിറ്റാ ഉള്ളത്. അവിടെ ദൈവവിളിയല്ല മുഖ്യം, എന്റെ ആഗ്രഹമാണ് മുഖ്യം. ഗ്രേസിന് പകരം മെറിറ്റ് വരുമ്പോ, കോളിന് പകരം മൈ ഡ്രീം വരുമ്പോ 5-ാം അധ്യായത്തിൽ കണ്ടതെല്ലാം വരും. ഗ്രേസ് വ്യാപരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പോരിന് വിളിക്കത്തില്ല. ഗ്രേസ് വ്യാപരിക്കുന്ന ഒരു വ്യക്തി മുറിവേറ്റാലും പറയും ഇറ്റ്സ് ഓക്കെ ബ്രദർ, ഹൃദയത്തിൽ നിന്ന് പറയും. കാരണം ഈ ക്രിസ്തു എനിക്ക് വേണ്ടി സഹിച്ച ആ പങ്കപ്പാട് ഓർക്കുമ്പോ എനിക്ക് അനീതിയായി കിട്ടിയത് ഇത്, ദിസ് ഇസ് നത്തിങ്. ഗ്രേസിലൂടെ ഫോർഗിവ് ചെയ്യാനൊക്കത്തുള്ളൂ. ഓൺ ഡ്രീമുമായിട്ട് ജീവിക്കുന്ന ഒരാൾ എപ്പോഴും ഐ വാണ്ട് ടു ബി ഫസ്റ്റ്, ഐ വാണ്ട് ടു ബി ഫസ്റ്റ്. ഈ ഇവിടത്തെ കേമൻ എനിക്കാകണം, എനിക്കാണ് ഏറ്റവും ബെസ്റ്റ് എല്ലാം. ഇത് പൊളിയണമെങ്കിൽ ദൈവത്തിന്റെ വിളി മനസ്സിലാക്കണം. എന്റെ ആഗ്രഹമല്ല, ദൈവത്തിന്റെ വിളി ഇറങ്ങി വരണം. ദൈവത്തിന്റെ വിളി എന്താന്ന് ചോദിച്ചാൽ നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനു വേണ്ടിയാണ് ലോക സ്ഥാപനത്തിനു മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തത്. ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ വിളിയും വിട്ട് നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിയുക എന്ന് പറഞ്ഞാൽ ആരാധനയുണ്ട്, കൃപ എല്ലാം ഉണ്ട്, പക്ഷെ കൃപയാലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധ്യമില്ല. എന്നെ വിളിച്ചത് എന്തിനാണെന്ന് ഞാൻ മറന്നുപോയി. ഈ രണ്ട് കാര്യം സംഭവിച്ചപ്പോ പൗലോസ് പറയുക, ക്രിസ്തുവിനോട് നിങ്ങൾ വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി. ആഹാരം വാങ്ങിച്ചു കൊടുത്താൽ കൃപയിൽ നിന്ന് വീണാൽ അതിൽ നിന്ന് കയറാൻ ഒക്കത്തില്ല. അനുതാപത്തോട് മാത്രമേ നമ്മൾ കൃപയിലേക്ക് മടങ്ങിക്കയറാൻ ഒക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ ക്ഷമിക്കാൻ നോക്ക്, എന്നാ പോലും ക്ഷമിക്കാൻ ഒക്കത്തില്ല. കൃപ വ്യാപരിക്കാത്ത ഒരു വ്യക്തിക്ക് ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. ഇനി അങ്ങ് നിർബന്ധമായിട്ട് ചിലപ്പം കൈ ഒഴിച്ച് പറയും, ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ആ പറയുന്നത് തന്നെ ഇതൊന്ന് തീർക്കാൻ. ചില പറയുന്നത് കേട്ടിട്ടുണ്ടോ, എഴുന്നേറ്റ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിരിക്കും, എഴുന്നേറ്റ് ഇരുന്ന ആർക്കേലും എന്തെങ്കിലും എന്നോടുണ്ടെങ്കിൽ ക്ഷമിച്ചേനെ. ശരിക്കും കൃപ വ്യാപരിച്ചാൽ ആർക്കൊക്കെയാ ഉണ്ടായ പ്രശ്നമെന്ന് ആൾക്കറിയാമല്ലോ. നമ്മുടെ വാക്കുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മൾ ജഡമോഹം മറ്റൊരാളിൽ കുത്തിവെച്ചത് നമുക്കറിയാമല്ലോ. ശരിക്കും കൃപ വ്യാപരിച്ചാൽ, ശരിക്കും വിളി എന്താണെന്ന് ബോധ്യപ്പെട്ടാൽ, നമ്മൾ അടുത്ത 2 ദിവസം കൂടെ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കാൻ
നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയം, നമ്മളിലൂടെ മറ്റുള്ളവർക്ക് വന്ന പരാജയം, ഇതെല്ലാം നമ്മൾ തിരിച്ചറിയും അടുത്ത മണിക്കൂറുകളിൽ. നമ്മൾ ആൾക്കാരോട് ക്ഷമ ചോദിക്കാൻ തുടങ്ങും. നമ്മൾ പറയാൻ തുടങ്ങും, അന്ന് ഞാൻ അങ്ങനെ കുത്തി സംസാരിച്ചു കേട്ടോ, നിങ്ങളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നോട് ക്ഷമിക്കണം. ഗ്രേസ് വ്യാപരിക്കുക, ഗ്രേസ്. അങ്ങനെയുള്ളവർ ഒരുമിച്ച് കൈപൊക്കിയൊന്ന് ഹല്ലേലൂയ പറഞ്ഞുണ്ടല്ലോ, സ്വർഗം നോക്കി പറയും, ഇതാണ് എന്റെ പ്രിയപുത്രന്റെ ആത്മാവ് വ്യാപരിക്കുന്ന കോൺഗ്രിഗേഷൻ. അല്ലാതെ നമ്മുടെ ഗിറ്റാറിലോ കീബോർഡിലോ ചായുന്നതല്ല സ്വർഗം. വിശുദ്ധ ജീവിതവും വേർപാടും ഈ പറയുന്ന 5-ാം അധ്യായത്തിലെ ദുഷ്പ്രവർത്തികളുടെ നടുവിൽ വ്യാപരിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. ലോകത്തിന്റെ ആത്മാവും പരിശുദ്ധ ആത്മാവും ഒരുമിച്ച് ചലിക്കുന്നതല്ല. ജഡം എവിടെ പ്രബലപ്പെടുന്നോ ആത്മാവിനെ ചോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ആത്മാവ് എവിടെ വിതയ്ക്കപ്പെടുന്നോ അവിടെ ജഡം മരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയാമോ? കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അല്ല, അതിന് മുമ്പ് തന്നെ തുടങ്ങി ജഡത്തിന്റെ വികാരങ്ങളും സ്വഭാവങ്ങളും ഇതിനകത്ത് മരിച്ചുകൊണ്ടിരിക്കുക. ജീവനുള്ള വചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ബാംഗ്ലൂരിൽ നിന്നോ നാട്ടിൽ നിന്നോ കൊണ്ടുവന്ന വാക്കുകളല്ല നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ ദൈവത്തിന്റെ വചനത്തിന്റെ ആലോചനയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മേലൊരു വിശുദ്ധ വിളിയുണ്ട്, നിങ്ങളെ വിളിച്ചൊരു കൃപയുണ്ട്. ആ കൃപയിൽ നിന്ന് താഴെ പോകാതെ, ആ വിളിയെ മറക്കാതെ നമുക്ക് ആ വിളിയിലേക്കൊന്ന് മടങ്ങി വരാം, ആ കൃപയിലേക്കൊന്ന് മടങ്ങി വരാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഈ കൃപയിൽ നിലനിൽക്കാൻ, ഈ വിളിയെ റിയലൈസ് ചെയ്യാനാണ് ഹോളി സ്പിരിറ്റിനെ തന്നിരിക്കുന്നത്. സമയാവുന്നു. ഈ ഹോളി സ്പിരിറ്റിനെ നമ്മൾ തന്നിരിക്കുന്നത് ഗ്രേസിനെ കുറിച്ച് നമ്മളെ ബോധ്യം വരുത്തും, ഹോളിനെസ് വിളിയെ കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തും. അതുകൊണ്ട് വാക്ക് ബൈ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ യു വിൽ നോ അബൌട്ട് ഗ്രേസ്, യു വിൽ നോ അബൌട്ട് യുവർ കോളിംഗ്. ഇറ്റ് ഈസ് an everyday affair. You don't walk by the Holy Spirit, then evil nature will come out. ഹല്ലേലൂയയുടെ വാക്കിലൂടെ തന്നെ സ്വന്തം ഭാര്യയോടായിരിക്കാം ഒരു നിയന്ത്രണമില്ലാത്ത വാക്കുകൾ വെളിവരും. ഭാര്യ തന്നെ സർപ്രൈസ് ആയി പോയി, എന്റെ അച്ഛൻ ഇത് എന്തോ പറ്റി, ഇത് എന്താ ഈ സംഭവം, ഇത് വെളിയിൽ ഒരാള് അകത്ത് വേറൊരാള്, ഇത് വല്ല ബൈപ്പോളാർ ആണോ? ഇത് ബൈപ്പോളാർ വല്ല ഒന്നുമല്ല, ഇത് ജഡമാണ്. ജഡം കയറി നിൽക്കുന്നു എന്ന് മാത്രം. ഒരു ഓവർകമ്മിങ് ലൈഫിനായിട്ട് ഏൽപ്പിക്കാൻ തയ്യാറുള്ളവർ കൈ ഒന്ന് ഉയർത്തി പ്രാർത്ഥിക്കാം ഒരു നിമിഷം. കർത്താവെ, ഉയർത്തപ്പെട്ട കരങ്ങളെ ദൈവം ഇന്ന് രാത്രി പിടിക്കണമേ. കൃപയിൽ നിന്ന് വീണവരായി ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ കൃപയിലേക്കൊന്ന് മടക്കി കൊണ്ടുപോകണമേ. ദൈവശക്തിയാൽ അവരുടെ വിളി തിരിച്ചറിയുവാൻ ഉന്നതമായ ഒരു വിളി ഞങ്ങളുടെ മേൽ ഉണ്ടല്ലോ, വിശുദ്ധമായ ഒരു വിളി ഞങ്ങളുടെ മേൽ ഉണ്ടല്ലോ. ഈ ചർച്ചിനകത്തുള്ള ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാതെ, ഇതിനകത്തുള്ള ഒരു മുതിർന്നയാള് പോലും നഷ്ടപ്പെടാതെ ആത്മാവിന്റെ ഒരു വലയം ഇന്ന് രാത്രി ഇവർക്ക് ചുറ്റും ദൈവം ഇടണമേ. ഒരു വിശുദ്ധിയുടെ വലയം ദൈവം ഇതിനു ചുറ്റും ഇടണമേ. ജഡീക സ്വഭാവങ്ങളെ തോൽപ്പിക്കുവാനായി, ജഡത്തിന്റെ ഇഷ്ടങ്ങളെ മരിപ്പിക്കുവാനായി. പിശാചിന്റെ ആലോചനകൾ നിർവീര്യമായി പോകട്ടെ, പിശാചിന്റെ ഭോഷ്കുകൾ നിർവീര്യമായി പോകട്ടെ. കൃപയിലേക്ക് ദൈവജനം മടങ്ങി വരട്ടെ, ദൈവശക്തിയിലേക്ക് ദൈവജനം മടങ്ങി വരട്ടെ. നമ്മൾ ഇന്ന് കേട്ടത് കൊണ്ട് ഒരു നിമിഷം കുഞ്ഞുങ്ങൾക്കായും എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ കേട്ട വചനത്തിന്റെ ശക്തി, ഈ കേട്ട വചനത്തിന്റെ ജീവൻ ദൈവം അവരിലേക്ക് പകരട്ടെ. അവരുടെ ഹൃദയങ്ങളെ കവർന്നു കളയുന്ന ലൗകിക സ്നേഹമാകട്ടെ, ദുരാത്മാവിന്റെ പ്രവർത്തനങ്ങളാകട്ടെ, മനുഷ്യന്റെ വശീകരണ വാക്കാകട്ടെ, ഉപായങ്ങളാകട്ടെ, അതിന്റെ നടുവിൽ ഒരു തീമതിൽ ഇന്ന് രാത്രി ഉണ്ടാക്കുവാൻ, പ്രാർത്ഥനയുടെ ഒരു തീമതിൽ, വചനത്തിന്റെ ഒരു തീമതിൽ, ദൈവശക്തിയുടെ ഒരു തീമതിൽ, കൃപയുടെ ഒരു വലയം എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ദൈവം ചൊരിയണമേ, പൊതിയണമേ. ഇതിനകത്ത് സിൻസിയർ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ വളരട്ടെ. ഡിസൊബീഡിയന്റ് കുഞ്ഞുങ്ങളല്ല, ഒബീഡിയന്റ് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വരട്ടെ. ഹോളിനെസ്സിലുള്ള കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വരട്ടെ. ലൗകികരല്ല, ആത്മീകരായിട്ട് അവർ കാണപ്പെടട്ടെ.
കർത്താവേ, സഭയായിട്ട് ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഒരു ആത്മീക കൂട്ടമായി ഞങ്ങൾ വീണ്ടും വർദ്ധിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു സ്ഥലത്തിന്റെ കൂട്ടായ്മയല്ല, കഴുപ്പിന്റെ കൂട്ടായ്മയല്ല, കളിയുടെ കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഒരു ഐക്യത, വിശുദ്ധിയുടെ ഒരു ഐക്യത, ഉപദേശത്തിന്റെ ഒരു ഐക്യത ദൈവം ഞങ്ങളിൽ പകരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. വിശുദ്ധിയിൽ വർദ്ധിച്ചു വരുവാൻ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ.